എല്ലാവർക്കും വീണ്ടും ജയിച്ചു കഴിഞ്ഞുള്ള പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇതൊരു ശീലമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം കളി തോറ്റിട്ട് 5 മാച്ചായി, അൺബീറ്റനാണ്. അപ്പോ ഇന്ന് കളി ജയിച്ചതുകൊണ്ട് നമുക്ക് പ്രത്യേകം പോസിറ്റിവിറ്റി തരാൻ സുദീപിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് സുദീപ് സലയെ തിരിച്ചെടുത്തതിൽ പ്രതിഷേധിച്ച് ഇന്ന് വന്നില്ല. അപ്പോ നമ്മുടെ പുതിയ ഗസ്റ്റാണ് അജ്മൽ. അജ്മലിനെ കണ്ടവരുണ്ടാവും. അജ്മൽ ഒരുപാട് ലിവർപൂളിന് വേണ്ടി പല പോഡ്കാസ്റ്റിൽ പോയി വാദിക്കുന്ന ആളാണ്. അപ്പോ അജ്മലിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അജ്മലിന്റെ ബാക്കിലുള്ള ആ ഫ്രെയിമിൽ ഫോട്ടോയിൽ കാണാം. അജ്മലാണ് കേരളത്തിലെ ലോവറൻ ഫാൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ്. അപ്പോ സെക്രട്ടറി ഒന്നുമില്ല, വേറെ ആരില്ല. അപ്പോ ഗ്രൂപ്പ്സിലുള്ളവർക്ക് അജ്മലിനെ അറിയുന്നുണ്ടാവും പണ്ട് തൊട്ട്. അപ്പോ എന്താണ് അജ്മലിന് തുടങ്ങാം. നമുക്ക് കളി ജയിച്ചതിൽ ഐ തിങ്ക് നമ്മുടെ ഈ സീസണിലെ ഏറ്റവും എന്താ പറയാ ഇരുത്തം വന്ന പെർഫോമൻസ് വേണം പറയാം അല്ലെ. ലാസ്റ്റ് മിനിറ്റ് ഗോൾസ് ഒന്നും അല്ലാണ്ട് ജയിച്ച. അതെ, അത് കളി കുറച്ചും കൂടിയും ലൈക്ക് നമ്മള് കഴിഞ്ഞ 2 കളിയിലും നോക്കുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് ഒക്കെ ലൈക്ക് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് കാരണം ഫസ്റ്റ് കൺസീഡ് ചെയ്യാത്തതുകൊണ്ട് ടീം തന്നെ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടാണ് കളിക്കുന്നത്. യൂഷ്വലി എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇൻഡിവിജ്വൽ മിസ്റ്റേക്സിൽ ഗോൾ കൺസീഡ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഓൾ ഔട്ട് അറ്റാക്ക് മോഡിലാണ് പോകുന്നത്. പിന്നെ ആ ഒരു മോഡിൽ ആണ് പിന്നീട് ചാൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഈ കളിയിലാണെങ്കിൽ നമുക്ക് ഫോർച്ചുനേറ്റ്ലി ഒരു ഏർലി മിനിറ്റ്സിൽ തന്നെ ഒരു ഗോള്, ഒരു നല്ല ചാൻസ് കിട്ടി. അത് എക്കിറ്റിക്ക് കംഫർട്ടബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്തു. പിന്നെ വാട്ട് യു സീ ഈസ് ടീം എല്ലാം കുറച്ചും കൂടി സെറ്റിൽ ആയിട്ടാണ് കളിക്കുന്നത്. ഇപ്പത്തെ നമ്മുടെ ഡിഫെൻസീവ് ലൈനൊക്കെ നോക്കുകയാണെങ്കിൽ അണ്ടർ പ്രഷർ ആയിട്ടുള്ള കുറെ എന്നല്ല, കൊണാട്ടെ ഈസ് അണ്ടർ പ്രഷർ. അപ്പൊ പുള്ളിക്കൊക്കെ ഇത് ഭയങ്കര ഒരു ആ സിറ്റുവേഷൻ ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു 1-2 കളികൾ ഇനിയും വേണം ഫോർ us ടു ഗെയിൻ ദാറ്റ് മൊമെന്റം. പിന്നീട് ഈ എസ്പെഷ്യലി വിത്ത് ഈ 4-man മിഡ്ഫീൽഡ് ഡയമണ്ടില് വേർഡ്സ് ഭയങ്കരമായിട്ട് ഈസ് എ പ്യോർ ഗെയിം ചേഞ്ചർ. ഇൻ ടേംസ് ഓഫ് ഗോൾസ് ആൻഡ് അസിസ്റ്റ് അത് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പുള്ളി കൊണ്ടുവരുന്ന ക്രിയേറ്റിവിറ്റി, ലിങ്ക് അപ്പ് പ്ലേ വിത്ത് എസ്പെഷ്യലി കർക്കസ് ആൻഡ് എക്കിറ്റിക്ക് വാസ് റിയലി ഗുഡ്. അപ്പം ഇത് കണ്ടിന്യൂ ചെയ്യണം. അതായത് നമ്മളുണ്ടായിരുന്ന ആ ഒരു സുഖക്കേട് ഇപ്പൊ ഒരു ടീമായി കളിക്കുന്ന പോലെ ഫീൽ ചെയ്തു. എന്താണ് പറയുന്നത്? അതെ, അത് സോ ടീമായിട്ട് ഫീൽ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് മോർ ബിക്കോസ് ഓഫ് ദ റിസൾട്ട്സ്. നമ്മള് നമ്മള് എന്താ പറയാ, ഒന്നെങ്കിൽ കുറെ കളി ഇങ്ങനെ തോറ്റ് ആ ഒരു ചടപ്പ് ഉണ്ടാവുമല്ലോ. എത്ര പോസിറ്റിവിറ്റി നമ്മൾ വിചാരിച്ചാലും മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ. കഴിഞ്ഞ കളി നമ്മൾ പൊട്ടി, ഈ കളിയെങ്കിലും ജയിക്കണം, ഈ കളിയെങ്കിലും നല്ല എങ്ങനെ എന്താ പറയാ നല്ലൊരു മൊമെന്റം വരണം എന്ന് വിചാരിച്ചിട്ടായിരിക്കുമല്ലോ വരുന്നത് തന്നെ. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഒരു ഗോൾ കൺസീഡ് ചെയ്യുന്നു, അപ്പൊ വീണ്ടും ഡൗൺ ആവുന്നു. അപ്പൊ കമ്പയർ ടു ദാറ്റ് കഴിഞ്ഞ 2 കളി ക്ലീൻ ഷീറ്റ് ആണ്, സേഫർ ആണ് മോർ ഓർ ലെസ്. ഇത് ഇപ്പം ഈ ഒരു കളിയൊക്കെ സംസാരിച്ചപ്പോ അജ്മൽ പറഞ്ഞ പോലെ തന്നെ ഏർലി ഗോൾ ഒക്കെ കൂടി കഴിഞ്ഞപ്പോ ഓക്കെ, ഇന്ന് നല്ലൊരു ദിവസമാണ്, ഇന്ന് നമുക്ക് മെല്ലെ കളിക്കാം, പാസ് ചെയ്ത് കളിക്കാം, അധികം റിസ്ക് എടുക്കണ്ട, ലെറ്റ്സ് പ്ലേ അറൗണ്ട്. അതുകൊണ്ട് തന്നെ ആ ഫസ്റ്റ് ഹാഫ് മുഴുവൻ ത്രൂ പാസ് എന്നൊന്നും പറയാനില്ലെങ്കിലും വി കെപ്റ്റ് ദ ബോൾ. ആരും റിസ്ക് എടുക്കണ്ട, പാസ് ചെയ്തുകൊണ്ട് പോയിക്കോ. ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് മെല്ലെ പാസ് ചെയ്യുക, തിരിച്ചിപ്പുറത്തേക്ക് പാസ് ചെയ്യുക, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോവുക. ഇൻ കേസ് നല്ല അവിടെ ബോൾ പോയി പോകുന്ന മിസ്സാവുന്നുള്ള പേടി ഉണ്ടെങ്കിൽ തിരിച്ച് ബാക്കോട്ട് വരിക. ലെറ്റ്സ് റീസൈക്കിൾ, ലെറ്റ്സ് കീപ് ഇറ്റ്, നോ പ്രഷർ. ആ ഒരു അവസ്ഥയായിരുന്നു, വിച്ച് ഹെൽപ് ആക്ച്വലി. കാരണം പലരും they were calm on the ball. കൊണാട്ടെ ആയാൽ പോലും there was few mistakes but way fewer than usual. ഈ സീസണിലെ യൂഷ്വൽ ആണ്. സോ ദാറ്റ് ഹെൽപ് ആക്ച്വലി. നമുക്ക് ഒരു കാംനെസ്, ഒരു കമ്പോഷർ, ലോങ് വേ ടു ഗോ ബട്ട് സ്റ്റിൽ ഗുഡ് സൈൻസ്. ഞാന് ഓബിൻ പറഞ്ഞോട് യോജിക്കുന്നു. ഗെയിം മാനേജ്മെന്റ് നന്നായിരുന്നു. നമ്മള് പൊസിഷൻ ബേസ്ഡ് ആയിരുന്നു കളിച്ചത്. നല്ല ഓവറോൾ പാസിംഗ് പാറ്റേൺ വാസ് ഗുഡ്. നമ്മള് എടുത്തു പറയുകയാണെങ്കിൽ മിഡ്ഫീൽഡേഴ്സ് പാസ് ചെയ്യുന്നതുകൊണ്ട് എന്താ പറയാ ടൈറ്റ് സ്പേസസിൽ കളിക്കുന്നുണ്ട്, ഡിഫൻഡേഴ്സിന് നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. പിന്നീട് ഒരു പോസിറ്റീവ് പറയുകയാണെങ്കിൽ നമ്മള്
സെക്കൻഡ് ബോൾസ് പെട്ടെന്ന് വിൻ ചെയ്യുന്നുണ്ട്, ട്രൈ ടു വിൻ ദ ബോൾ ഇൻ ദ മിഡ്ഫീൽഡ്. അതാണ് ഏറ്റവും വലിയൊരു പോസിറ്റീവ് ആയിട്ട് തോന്നിയത്. പിന്നെ കളി കാണുമ്പോൾ എറേഴ്സ് ഉണ്ടായിരുന്നു, ഇല്ല എന്ന് പറഞ്ഞില്ല. ബട്ട് കമ്പയർ ടു നമ്മളെ മുമ്പത്തെ ഗെയിമൊക്കെ നോക്കുമ്പോൾ എറേഴ്സ് കുറവായിരുന്നു. മേ ബി നമ്മൾ ആ ഒരു ട്രാക്കിൽ എത്തിയിട്ടുണ്ട്. സോ ഇറ്റ് വാസ് എ ഗുഡ് ഗെയിം. കളി കാണാൻ നല്ല രസമുണ്ടായിരുന്നു. സോ എന്താ പറയാ, ഫ്രം ദ പ്രീവിയസ് ഗെയിം, മേ ബി ഇന്റർ മിലാൻ ഗെയിം വെച്ച് നോക്കുമ്പോൾ ഇന്റർ മിലാൻ ഗെയിമിൽ വേർഡ്സ് വന്ന ശേഷമാണ് കളി മാറിയത്. സോ അത് വെച്ച് നോക്കുമ്പോൾ പ്രീമിയർ ലീഗിൽ കൈൻഡ് ഓഫ് വി ആർ ഓൺ ട്രാക്ക് എന്ന് പറയാം. ഒഫൻസീവ്ലി വി ആർ ഓൺ ട്രാക്ക്. സോ കളി കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ലൈക് ഫുൾ ബാക്സിന്റെ എൻഡിങ് പൊസിഷൻ ഒക്കെ നോക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കളി കാണാൻ. ഒരു ഹാപ്പി ഫീൽ ഉണ്ടായിരുന്നു. ഓക്കെ, വി ആർ ബാക്ക്. എല്ലാവരും മേ ബി ഫാൻസിന്റെ ഫസ്റ്റ് ഹാഫ് റിയാക്ഷൻ തന്നെയായിരുന്നു, വി ആർ ബാക്ക്, ലിവർപൂൾ ആർ ബാക്ക്, ദിസ് ഇസ് ഹൗ വി പ്ലേ, അങ്ങനെയൊക്കെയുള്ള കമന്റ്സിലായിരുന്നു. ഈ ബ്രൈറ്റൺ ആണെങ്കിലും ഇന്റർ മിലാൻ ആണെങ്കിലും I think these kind of teams who play football kind of suits us. അവര് കളിക്കാൻ നോക്കുന്നു, അവര് ബോൾ അറ്റ് ദ ഫീറ്റ്, അവര് ഫ്രണ്ടിലേക്ക് ബിൽഡ് ചെയ്യാൻ നോക്കുന്നു, അവരൊരു പോസിറ്റീവ് ഫുട്ബോൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഫുട്ബോൾ അവർ കളിക്കുന്നു. അപ്പൊ ഐ തിങ്ക് ഇപ്പൊ ആസ്റ്റൺ വില്ലയുടെ കൂടെ ആണെങ്കിലും വി വൺ ഇൻ ദറ്റ് ബാഡ് റൺ, വി വൺ അഗെയിൻസ്റ്റ് നമ്മുടെ ഗാലറ്റാസർ അല്ല, സോറി, മാഡ്രിഡ് ആണെങ്കിലും. ഐ തിങ്ക് അതുകൊണ്ട് ഐ എം നോട്ട് റീഡിങ് ടൂ മച്ച് ഇൻ ടു ദ, അതായത് നമ്മൾ ബാഡ് ഫോമിൽ നിന്ന് വന്നു. ഐ തിങ്ക് ഇപ്പൊ നെക്സ്റ്റ് ഗെയിം ആണെങ്കിൽ സ്പേഴ്സ് ആണ്, അഗെയിൻ ദേ വിൽ ട്രൈ ടു പ്ലേ, ദേ വിൽ. ഇപ്പൊ തോമസ് ഫ്രാങ്ക് വന്ന ശേഷം ലേശം ഒരു ഡിഫെൻസീവ് മോൾഡ് ആണെങ്കിൽ കൂടെ ഐ തിങ്ക് വി ക്യാൻ ജഡ്ജ് us as a team only when we play a little bit more stubborn kind of a team എന്ന് എനിക്ക് തോന്നുന്നു. But we can only beat what's in front of us. So I think given what, എന്താ പറയാ, നമ്മുടെ ഈ ഒരു അവസ്ഥ നോക്കിയിട്ട് ഐ തിങ്ക് വി പ്ലേഡ് വെൽ. ആൻഡ് ആകെ ഇനി നോക്കാനുള്ളത് ലാസ്റ്റ് ഗെയിമിൽ ഉണ്ടായ ഗോമേസിന്റെ ഇഞ്ചുറി. ഐ തിങ്ക് സ്ലോട്ട് പറഞ്ഞു ഇനി കുറച്ച് നാളത്തേക്ക് നോക്കണ്ട. അപ്പൊ അവിടെ ഗോമേസ് ശരിക്കും വന്നപ്പോ നമുക്കൊരു ഡിഫൻസീവ് സ്റ്റെബിലിറ്റി അവിടെ വന്നിരുന്നു. ബിക്കോസ് ഈവൻ വെൻ വി ആർ കമ്മിറ്റിംഗ് കർക്കേസ് there were 3 സെന്റർ ബാക്സ് വെർച്വലി. അപ്പൊ അവിടേക്ക് ഇനി ഒരു ഫ്രിംപോങ്ങും ബ്രാഡ്ലിയും വരുമ്പോ ഹൗ വിൽ ഇറ്റ് ഇമ്പാക്ട് അവർ ഡിഫൻസീവ് സ്റ്റെബിലിറ്റി? കാരണം കൊണാട്ടയുടെ ഫോം ഇസ് റിയലി വറീസം. നമുക്ക് അവിടെ കളിക്കാൻ വേറെ ആളുമില്ല, അല്ലെ? അപ്പോ വാട്ട് ഡു വി ലൈക്ക്, ഈ ഗെയിമിൽ നമുക്ക് മിഡ് വീക്ക് മാച്ച് ഇല്ല. സോ സൊബോസ്ലൈ അഗെയിൻ അനദർ ഇഞ്ചുറി. സോ ഈ ഒരു ഫോർമേഷൻ തന്നെ ആയിരിക്കും ഇനി നമ്മൾ ഈ അടുത്ത മാച്ചസിലും അങ്ങോട്ട് പോകുന്നത്. ഹൗ മച്ച് വിൽ ഇറ്റ് ചേഞ്ച്? ഗണേഷ് എന്താ പറയുക? Right now I don't think much will change. വേറെ ജയിച്ചതുകൊണ്ടെന്നല്ല, ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് ഓപ്ഷൻസ്. നമ്മള് പല, ഇപ്പൊ ഈ പറഞ്ഞ പല ഇഞ്ചുറീസും, ഗോമസ് ഇസ് ഇഞ്ചേർഡ് അവിടെ. അപ്പം ഫ്രിംപോങ് ഓർ ബ്രാഡ്ലി ആരെങ്കിലും ഒരാൾ കളിച്ചേ പറ്റൂ. അതുപോലെ തന്നെ സൊബോസ്ലൈ, ഇഫ് ഹീസ് ഇഞ്ചേർഡ് then we are left with 4 midfielders. അവർ കളിച്ചേ പറ്റൂ. Salah is gone, which means if one of Isak or Ekitike is injured, അവിടെ ഫ്രിംപോം കളിക്കേണ്ടി വരും, അല്ലെങ്കിൽ കിയേസ കളിക്കേണ്ടി വരും ഫൈനലി. I hope, but I don't think so. അതുകൊണ്ട് ഓപ്ഷൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മള് ഈ ഒരു കഴിഞ്ഞ അടുത്ത 4-5 കളിക്ക് വീൽ ചേഞ്ച് മച്ച് എന്നും എനിക്ക് തോന്നുന്നില്ല, ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ ഇഞ്ചുറി. ബട്ട് if we were fit, I think we might have tried 4-4-2 with Isak and Ekitike. Isak has not been the Isak that we have seen last 2-3 years, but still we would have given him a run in the team. ഇതില് ഇപ്പൊ നമ്മള് ഈ 4 ഡയമണ്ട് ഫോർമേഷൻ നമ്മള് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ എല്ലാ സക്സസ്, ലൈക്ക് ആൻസലോട്ടിന്റെ ഒക്കെ ഒരു സക്സസ്ഫുൾ ടീംസ് നോക്കുകയാണെങ്കിൽ ദേ ഓൾവേസ് ഹാഡ് എ പ്യുവർ ബോൾ വിന്നർ. ഇപ്പം നമ്മുടെ ടീം വെച്ച് നോക്കുമ്പം നല്ല ഡീപ്പ് റണ്ണേഴ്സ് ഓപ്പോസിഷനിൽ കളിക്കുകയാണെങ്കിൽ ദേ ആർ ഈസിലി ഏബിൾ ടു റീച്ച് അവർ പെനാൽറ്റി ബോക്സ്. അപ്പൊ ആ ഒരു പ്രൊഫൈലുള്ള പ്ലെയർ ശരിക്കും ഈ ഒരു ഫോർമേഷനിൽ നമുക്ക് ഇറ്റ്സ് എ മിസ്സിംഗ് പ്രൊഫൈൽ. സോ ഇപ്പം we can't write too much on based on last 2-3 games. We need to still wait for more games. അത് കൂടാണ്ട് ഇപ്പൊ പറഞ്ഞ പോലെ we have I think 5 fit midfielders to play this 4-man midfield. അതില് സൊബോസ്ലോ ആയിരുന്നു മൾട്ടിപ്പിൾ പൊസിഷൻസ് കവർ ചെയ്തുകൊണ്ടിരുന്നത്. ആ ബേസ് മിഡ്ഫീൽഡ് ഒഴിച്ച് ബാക്കി എല്ലാ പൊസിഷൻസും പുള്ളി കവർ ചെയ്യായിരുന്നു.
പുള്ളി ഇഞ്ചേർഡ് ആകുമ്പോൾ പിന്നെ വി ആർ ലെഫ്റ്റ് വിത്ത് ജസ്റ്റ് 4 fit midfielders. അപ്പം ഐ തിങ്ക് ഇറ്റ് വിൽ ബി റിസ്കി ടു കണ്ടിന്യൂ വിത്ത് ദിസ്. We might just shift away from a diamond back to how we played against Brighton. അങ്ങനെ നോക്കുകയാണെങ്കിൽ we have more options. We can still play with three midfielders in the team. അപ്പം that is one point. അതായത് അജ്മൽ പറഞ്ഞ പോയിന്റിനോട് നമ്മൾ ഗ്രൂപ്പിൽ ഡിസ്കഷൻ വന്നിരുന്നു. അതായത് ഇപ്പൊ സ്ലോട്ട് ഉദ്ദേശിച്ചത് ഈ ഫോർമേഷൻ ആണെന്ന് തോന്നുന്നില്ല. ഇതൊരു എന്താ പറയാ, ഇങ്ങനെ തോറ്റ് തൊപ്പിട്ട് ഇടയ്ക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഇതെടുത്ത് കളിപ്പിക്കുന്ന. കാരണം ഇഫ് വി വർ പ്ലേയിങ് ദിസ് ഫോർമേഷൻ വി വുഡ് ഹാവ് ബോട്ട് വൺ മോർ മിഡ്ഫീൽഡർ. ബിക്കോസ് സ്ലോട്ട് എന്ത് വന്നാലും എൻഡോനെ കളിപ്പിക്കൂല. ഇപ്പൊ ഡിസ്ട്രോയർ എന്ന അജ്മൽ പറഞ്ഞ പൊസിഷൻ എൻഡോന്റെ പൊസിഷൻ, നോട്ട് ബൈ എൻഡോസ് ക്വാളിറ്റി ബട്ട് എൻഡോന്റെ റോളാണത്. അപ്പൊ എൻഡോനെ കളിപ്പിക്കാൻ സ്ഥിതിക്ക് നമ്മള് ഇത്രയും 4 മിഡ്ഫീൽഡേഴ്സിനെ കളിപ്പിക്കുമ്പോൾ ഡിസ്ട്രോയർ എന്ന രീതിയിൽ ഐ തിങ്ക് നമ്മളൊരു പ്ലെയറെ സൈൻ ചെയ്യാണ്ട് വേറെ വഴിയില്ല ഇതാണ് കളിക്കുന്നതെങ്കിൽ. എന്താ ഗണേഷ? കറക്റ്റാണ്. ഞാൻ അത് മുമ്പ് തന്നെ പറഞ്ഞാണ്, നമ്മള് ജയിക്കാൻ വേണ്ടിയുള്ള ഒരു പെട്ടെന്നൊരു ഫോർമേഷൻ ചേഞ്ച് ആണ് നമ്മൾ ചെയ്തത്. അല്ലാതെ നമ്മുടെ കയ്യിലുള്ള പ്ലേയേഴ്സിനെ വെച്ചിട്ടുള്ള ഒരു അവരുടെ സ്ട്രെങ്ത്തിന് അതുകൊണ്ട് അത് ഇല്ലാന്ന് പറയുന്നില്ല. സ്ട്രൈക്കേഴ്സ്, അതായത് വേർഡ്സ് ഉണ്ട്, എക്കിറ്റിക്ക ഉണ്ട്, ഇസാക്ക് ഉണ്ട്. സോ അവര് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു ഫോർമേഷൻ കൂടിയാണ്. പക്ഷെ നമ്മൾ ഇപ്പൊ പറയുന്ന പോലെ ഡിഫൻസീവ് സ്റ്റെബിലിറ്റി ആണ് മെയിൻ ആയിട്ട് പറയുന്നെങ്കിൽ ആ ഫോർമേഷനുള്ള ഡിഫൻസീവ് സ്റ്റെബിലിറ്റി നമ്മുടെ കയ്യിൽ ഇപ്പൊ ഇല്ല. അപ്പൊ നമുക്ക് ഗ്രാവൻ ബർച്ചിനെയോ അതോ കേർട്ടിസ് ജോൺസിനെയോ വെച്ച് ഓടിക്കാൻ പറ്റില്ല. സോ വി ആർ ആക്ച്വലി 1 മിനിറ്റ് ഷോർട്ട് എന്ന് പറയാം. മേ ബി എൻഡോ ഇഞ്ചറി ആയതുകൊണ്ടും ആവാം. മേ ബി എൻഡോനെ ഒരു കളി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. കാരണം വെച്ചാൽ ലീഡ് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ സീസൺ മൊത്തം നമ്മൾ ലീഡിലിരിക്കുമ്പോൾ എൻഡോനെ ഇറക്കിയിട്ട് വി യൂസ് ടു പ്രൊട്ടക്ട് ദ ലീഡ്. ഇപ്പൊ നമ്മള് എൻഡോനെ യൂസ് ചെയ്യുന്നില്ല. ഒരു മിഡ്ഫീൽഡ് ഷോട്ടർ എന്ന് പറയുന്നു, സല ആഫ്കോണിലേക്ക് പോയി എന്നും നമുക്കറിയാം. ഇത് രണ്ടും ചെയ്യാൻ പറ്റുന്ന ഒരാൾ വേറെ ഏതോ ഒരു ടീമിൽ ബെഞ്ചിൽ പോലും ഇല്ലാണ്ട് ഇരിക്കുന്നുണ്ട്. തിരിച്ചു കൊണ്ടുവന്നാൽ അവിടെയും കളിപ്പിക്കാം, ഇവിടെയും കളിപ്പിക്കാം. അതിന് നമുക്ക് ജനുവരി അല്ലേ, ഇനിയിപ്പോ 4 മാച്ചില്ലേ, ഈ ഡിസംബർ കഴിഞ്ഞു കൂടല്ലേ. അതാണ് ഈ ഫോർമേഷൻ കളിക്കുകയാണെങ്കിൽ എന്തായാലും, അതായത് സ്റ്റാർട്ട് ഓഫ് ദ സീസൺ ക്ലോപ്പിന്റെ ഒരു ഐഡിയ ഈ ഫോർമേഷനിൽ കളിക്കുകയാണെങ്കിൽ എലിയറ്റിനെ വിൽക്കില്ലായിരുന്നു. ബിക്കോസ് വേർഡ്സിന്റെ പൊസിഷനിൽ quite നാച്ചുറൽ ആയിട്ട് ഒരു ബാക്കപ്പ് ആയിട്ട് എലിയറ്റിന് അവിടെ കളിക്കായിരുന്നു. സോ ദിസ് ഇസ് നോട്ട് ഹിസ് പ്ലാൻ. ചുമ്മാ നമ്മളൊരു ഹാഫ് സീസൺ വരെ വെച്ചിട്ട് എന്തായാലും സോറി എന്താണ് പ്ലാൻ? അതന്നെ ഈ നമ്മളെ ഈ ഇസാക്കിനെ എക്കിറ്റിക്കിനൊക്കെ മേടിച്ചപ്പോ തന്നെ സകല ഫാൻ അക്കൗണ്ട്സ് ഒക്കെ ഇട്ട ഫോർമേഷൻ ആണിത് അല്ലെ. നമ്മളെല്ലാരും വിചാരിച്ച 2 സ്ട്രൈക്കേഴ്സ് ഉണ്ട്, പിന്നെ അവരെ ഇതിൽ കളിക്കണം. പിന്നെ പുള്ളി ഇറ്റ് ഡിഡ്ന്റ് വർക്ക് ഔട്ട് ഫോർ ഹിം വിത്ത് ദി ഓൾ വാട്ട് ഹി ട്രൈഡ്. ലാസ്റ്റത്തെ ഒരു റിസോർട്ടാണത്. ബട്ട് സി ഐ ഫീൽ ടു ബി ഓണസ്റ്റ് ഐ ഫീൽ വി ഷുഡ് സ്റ്റിൽ കണ്ടിന്യൂ വിത്ത് ഓൾ ദി ലൈക് apart from the ball winner in midfield, all the other players actually suit this formation. And if you look at the wing backs, Frimpong is a super ഭയങ്കര അറ്റാക്കിംഗ് വിങ് ബാക്ക് ആണ്. അവനെ യൂസ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ അവനെ ഒരു 3 at the back ഒരു വിങ് ബാക്ക് ആയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇതേപോലെ ഡയമണ്ട് മിഡ്ഫീൽഡിൽ ഒരു വിങ് ബാക്ക് ആയിട്ട് കളിപ്പിക്കണം. അപ്പം ഇവൻ ഇറ്റ് ആക്ച്വലി സൂട്ട്സ് ഫ്രിംപോങ്. കെർക്കസ് ഓൾസോ ഇറ്റ് വിൽ സൂട്ട്. He doesn't have to actually ഒരു ലെഫ്റ്റ് വിങ്ങിനെ ഒരു ഡമ്മി റണ്ണർ ആയിട്ട് മാത്രം കളിക്കേണ്ട ആവശ്യമില്ല. അപ്പം കെർക്കസിനെ സൂട്ട് ചെയ്യും, ഫ്രിംപോങ്ങിനെ സൂട്ട് ചെയ്യും, മെയിൻലി വേർഡ്സിനെ സൂട്ട് ചെയ്യും. അവനൊരു ഫ്രീ റോളാണ്. പിന്നെ 2 up front കളിക്കാൻ അല്ല, അജ്മൽ പറഞ്ഞ പോയിന്റിനോട് നമുക്ക് ടോപ്പിക്കിന് ഡൈവേർട്ട് ആണെങ്കിലും ആക്ച്വലി വി ഹാവ് ഗാക്പോ ഇഞ്ചേർഡ്, വി ഹാവ് സൊബോസ്ല ഇഞ്ചേർഡ്, we have Bradley and Frimpong നമുക്ക് റൈറ്റ് ബാക്ക് അത് വെക്കാം. ഗോമേസ് ഇഞ്ചേർഡ്, we have half സല ഇല്ല. അപ്പൊ ശരിക്കും നമ്മൾക്ക് ഇപ്പം ഈ ഫോർമേഷൻ തന്നെ കളിക്കാനാണെങ്കിലും പ്ലേയേഴ്സ് ഇല്ല. ഇല്ല, ഈ ഫോർമേഷൻ എങ്ങനെ കളിക്കും പറഞ്ഞേ ഓബൻ പറ. ഇപ്പത്തെ ഏത് ഫോർമേഷൻ കളിക്കാൻ ആൾക്കാരുണ്ട്? 4-3-3 കളിക്കണമെങ്കിൽ ആകെ 3 ആള് ഫ്രണ്ടില്. 3 ഉള്ളൂ നമുക്ക്. ഐ മീൻ കേസ് സ്റ്റാർട്ട് ചെയ്യില്ലാന്നുള്ളതുകൊണ്ട്
ഓക്കെ, ഞാനൊരു ചുമ്മാ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ഉണ്ട്. അതായത് ഇഫ് വി ആർ പ്ലേയിങ് സ്പേഴ്സ് മിഡ് വീക്ക്, സൺഡേ ആണ്, ഹൂ വുഡ് യു പ്ലേ ആൻഡ് വാട്ട് സിസ്റ്റം വുഡ് യു പ്ലേ? ഫ്രണ്ട് supposedly ത്രീയില് ഞാൻ വേർഡ്സ് ലെഫ്റ്റ് വിങ് എക്കിറ്റിക്കെ സ്ട്രൈക്കർ, റൈറ്റ് വിങ് കിയേസ ഷുവറായിട്ട്, ദെൻ Okay. ഗ്രാവൻബർച്ച്, മെക്കാലിസ്റ്റർ, കർട്ടിസ് ജോൺസ്. അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് എന്റെ ഉണ്ട് ആൾക്കാരൊക്കെ റൈറ്റ് ബാക്ക് കാൽവിൻ റാംസിനെ കളിപ്പിക്കുക. ഐ വോണ്ട് റഷ് ഓൺ ഫ്രിംപോങ്ങിനെ റഷ് ചെയ്തിട്ടാണ് ഇങ്ങനെ ആയത് സംഭവം. ആള് ഫിറ്റ് ആവുമ്പോ നമ്മൾ കളിപ്പിച്ചില്ല. 20 മിനിറ്റ് കൊടുക്കായിരുന്നു, 20 മിനിറ്റ് കൊടുത്തില്ല. അവസാനം ബ്രാഡ്ലി ഗെയിം കളിക്കുന്നില്ലല്ലോ. പെട്ടെന്നൊരു പുലർച്ചയിൽ നമ്മൾ ബ്രാഡ്ലി ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞ് ഇഞ്ചുറി ആയി. അല്ലടാ, ബ്രാഡ്ലി വാസ് സസ്പെൻഡഡ്. ബ്രാഡ്ലി കളിച്ചല്ലോ ലാസ്റ്റ് വീക്ക്. കുഴപ്പമില്ല ബ്രാഡ്ലിനെ കൊണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഞാനതാ പറഞ്ഞ് നമ്മുടെ ഫുൾ ബാക്സ് ഫ്രഷ് ആയിട്ട് ഇഞ്ചുറി കഴിഞ്ഞ് വരുമ്പോ നമ്മള് 20 മിനിറ്റ് കൊടുക്കാതെ അവരെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുകയാണ്. ഹെവി ലോഡ് ആക്ച്വലി. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഗണേശൻ പറഞ്ഞ ഫോർമേഷൻ വെച്ചാണെങ്കിൽ വി ആർ ഗോയിങ് ബാക്ക് ടു 4-3-3. അല്ല, ഞാനതാണ് പറയുന്നത്. കിയേസ ക്യാൻ ബി എ പാർട്ട്ണർ ഫോർ ദ സ്ട്രൈക്കർ. ആക്ച്വലി അടിപൊളിയായിട്ട് കളിക്കും. അങ്ങനെയാണ് കളിച്ചിട്ടുള്ളത്. ആക്ച്വലി റൈറ്റ് വിങ്ങിൽ കളിക്കുന്നത് അങ്ങനെയാ കളിക്കണേ. I would still go with 4-4-2. ഒന്ന്, it suits everyone. The entire team who is available now. എങ്ങനെ? ആരൊക്കെ? Right back Bradley starts. ഇപ്പൊ മിഡ് വീക്ക് ആയിരുന്നെങ്കിൽ he is the only one who is fit there. So Bradley, Konate, Van Dijk, Kirkus, again all just because they are fit. Gravenberch, സോബോസ്ലൈ ഇഞ്ചുർഡ് ആണെന്നുള്ള അസംഷനിലാണ്. റൈറ്റ് സൈഡില് മെക്കാലിസ്റ്റർ, ലെഫ്റ്റ് സൈഡില് ജോൺസ്, നോട്ട് ദ ഓപ്പോസിറ്റ്, ലെഫ്റ്റ് സൈഡില് ജോൺസ്, വേർഡ്സ് അറ്റ് ദ ടിപ്പ്, ഡയമണ്ട്. അതിന്റെ മുന്നിൽ ഗാക്പോ ഇഞ്ചുർഡ് ആയതുകൊണ്ട് ഇസാക്ക് ആൻഡ് എക്കിറ്റിക്കെ. നൗ എക്കിറ്റിക്കെ ഈസ് ഇഞ്ചുർഡ്, അതുകൊണ്ട് ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് കിയേസ കളിച്ചാൽ കിയേസ. ഇതാ പറയുന്നത്. കളിക്കായിരുന്നെങ്കിൽ ഓക്കെ. ടോക്കിംഗ് അബൌട്ട് എക്കിറ്റിക്കെ, എനിക്ക് വേറൊരു ചോദിക്കാനുള്ളത്, നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഹൂ ഇസ് യുവർ ഫസ്റ്റ് ചോയ്സ് സ്റ്റാർട്ടർ നൗ? ഇസ് ഇറ്റ് എക്കിറ്റിക്കെ ഓർ ഇസ് ഇറ്റ് ഇസാക്ക്? ഡെഫിനറ്റ്ലി എക്കിറ്റിക്കെ. 2 മാച്ചിൽ 4 ഗോളാ. പൊസിഷൻ ഏതാ? ഫോർമേഷൻ നമ്പർ 9 ഇസാക്ക്. അപ്പൊ എക്കിറ്റിക്കോ? I feel we should not go away. We should continue to play Ekitike. ഒന്നാമത് ഇസാക്ക്, he is not fit. He is not fit at all. എല്ലാ റൺസും എല്ലാ സെക്കൻഡ് ബോളിലൊക്കെ സെക്കൻഡ് ആയിട്ടാണ് വരുന്നത്. എല്ലാ ഡുവൽസിൽ സെക്കൻഡ്. പുള്ളിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഇഷ്യൂസ് ഉണ്ട്. സോ ഐ ഡോണ്ട് തിങ്ക് വി ഷുഡ് സ്റ്റാർട്ട് ഹിം. ഈ ഒരു ഇത്രയും ഒരു പീക്കില് കളിക്കുമ്പം, എസ്പെഷ്യലി ഒരു ന്യൂ പ്ലെയർ ഇൻ ടു ന്യൂ ലീഗ്, I think we should just continue with him as long as he's fit. And Isakine slowly introduce അല്ലെങ്കിൽ UCL ഗെയിംസിൽ കളിപ്പിക്കല്ലാണ്ട് I don't think we should move away. ഇസാക്കിന്റെ ഇഷ്യൂ ഫിറ്റ്നസ് ആണോ അതോ ഇപ്പം 4-5 മാസമായില്ലേ? അപ്പൊ 4-5 മാസത്തിലധികമായി. അപ്പൊ ഇസാക്കിന്റെ ഇഷ്യൂ ഫിറ്റ്നസ് ആണോ അതോ ഈസ് നോട്ട് ഏബിൾ ടു കോപ്പ് വിത്ത് വാട്ട് ഈസ് ഡിമാൻഡഡ് ഫ്രം എ സ്ട്രൈക്കർ അറ്റ് ലിവർപൂൾ? That's what. So meaning right now he is asked to do more of the defensive duties. He's asked to do more pressing. He's asked to play every 3 days, which was not very common in his Newcastle days. അപ്പം if you notice, പുള്ളിയുടെ ഇതുവരെയുള്ള കളിയിൽ നോക്കി ഒരു കളി കളിച്ചാല്, എസ്പെഷ്യലി if he plays post 70 minutes, അടുത്ത കളിയില് പ്രഷറിൽ പുള്ളി സ്ലോട്ട് പറയുന്ന ഒരു നോക്ക് ഉണ്ട്, അല്ലെങ്കിൽ he felt something on his leg. അപ്പം മെയിൻലി ഐ ഫീൽ ഇറ്റ് ഇസ് ഹിസ് പ്രഷർ, it is fitness. ഈവൻ വെസ്റ്റ് ഹാം കളിയിൽ നോക്കുകയാണെങ്കിലും ഒരു പ്രൈം സ്ട്രൈക്കർ ഉണ്ടാക്കുന്ന റൺസോ അല്ലെങ്കിൽ ഹോൾഡ് അപ്പ് പ്ലേ ഒന്നും കാര്യമായിട്ട് ഉണ്ടായില്ല. He got the chance that he got, he converted. That showed his class. But പുള്ളിക്ക് ഒരു പ്രൊലോങ് ഗെയിം ടൈമിൽ അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു മൊമെന്റ്സ് മാത്രം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് എക്കിറ്റിക്ക് കളിക്കുമ്പം അപ്പം നമ്മൾ വിചാരിക്കും ഓക്കെ അത് സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്,
പ്ലേയേഴ്സിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പ്രശ്നമാണ്. പക്ഷെ വെൻ എക്കിറ്റിക്കെ പ്ലേസ്, honestly I don't feel that. He gets more involved in the game, he gets more touches. ഞാൻ ഇത് ഷോർട്ടായിട്ട് പറയാം. ഞാൻ കളി പൊതുവെ ഐസക്കിന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് കൂടുതൽ കാണാറ്. ഈ ഒരുപാട് സ്കോറിംഗ് പൊസിഷനിൽ വരാറുണ്ട്, ഒരുത്തനും പാസ് കൊടുക്കുന്നില്ല. ഈവൻ എക്കിറ്റിക്ക് തന്നെ ഒരുപാട് പാസ് ചെയ്യാൻ പറ്റുമായിരുന്നു, എക്കിറ്റിക്ക് പാസ് ചെയ്യുന്നില്ല. നമ്മൾ പറയുന്നു 2 പ്രൊലിഫിക് സ്ട്രൈക്കേഴ്സിന് എടുത്ത് നമ്മൾ കളിക്കുന്ന, അവര് തമ്മിൽ പാസ് ചെയ്യണ്ടേ. മറിച്ച് ഇസാക്കിന് കിട്ടുമ്പോൾ ഈ പാസിംഗ് സ്പ്രെഡ് ചെയ്ത് മിഡ്ഫീൽഡിൽ നിന്ന് വരുന്ന പാസ് സ്പ്ലിറ്റ് ചെയ്ത് വിങ്ങിൽ കൊടുത്തിട്ട് സ്കോറിംഗ് ഏരിയസിൽ വരുന്നുണ്ട്. ആര് പാസ് ചെയ്യുന്ന തിരിച്ച്? നമ്മൾ ആരും പാസ് ചെയ്യുന്നില്ല. എക്കിറ്റിക്ക് കിട്ടുന്നുണ്ട്, എക്കിറ്റിക്ക് പാസ് ചെയ്യുന്നില്ല. എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമ്മള്? അതാണ് ഞാനതാ പറയണേ. യൂസ് ചെയ്യാതെ ആള് ബ്ലെയിം ചെയ്യുന്നതാണ്. അല്ല ഇപ്പം പാലസ് അവേ ഗെയിമിലൊക്കെ നോക്കുകയാണെങ്കിൽ ഐ അഗ്രി, അവന് ആക്ച്വലി കുറെ ഇൻട്രസ്റ്റിംഗ് പൊസിഷനിലൊക്കെ വന്ന് അവൻ തന്നെ ഒക്കെ ചാൻസ് ക്രിയേറ്റ് ചെയ്തു. പക്ഷെ ആ കളി കഴിഞ്ഞിട്ട് പിന്നെ അവനൊരു ഇഞ്ചറി വന്നു. പിന്നെ വാട്ട് ഇസാക്ക് വി സോ ഇറ്റ് വാസ് നോട്ട് ആക്ച്വലി ഫിറ്റ് ടു പ്ലേ ലൈക് സ്റ്റാർട്ട് ഫോർ ദ ടീം. പുള്ളി അതായത് നീ പറഞ്ഞ ടോപ്പിക് വെച്ച് തന്നെ ഞാൻ പറയാം. കാരണം ഒരു ചാൻസ് കിട്ടി അത് അകത്താക്കി എന്ന് പറഞ്ഞു. അതാണ്, നിങ്ങൾ പാസ് ചെയ്താലേ അടിച്ചു കൂട്ടാൻ പറ്റുള്ളൂ. ആൾക്കാർ പാസ് ചെയ്യും. ഞാനും എന്റെ എന്താ അറിയോ, ഈ ഇസാക്കിനെ പോലത്തെ, അല്ലെങ്കിൽ എനിക്ക് സ്റ്റൈലല്ല, മേ ബി നോട്ട് ആസ് മച്ച് ക്വാളിറ്റി, ഈ ലാങ്കി എലഗന്റ് പ്ലേയേഴ്സിന്റെ പ്രശ്നം എന്താ വെച്ചാൽ, വെൻ ദ ടീം ഇസ് നോട്ട് വിന്നിംഗ് ഓർ ദേ നോട്ട് സ്കോറിംഗ്, ദേ ലുക്ക് വെരി ബാഡ്. ഈ ബെർബട്ടോവ് പണ്ട് കളിക്കുമ്പോൾ ഇതേ പ്രശ്നമായിരുന്നു. ബെർബട്ടോവ് ഗോൾ അടിക്കുമായിരുന്നു, പക്ഷെ ബെർബട്ടോവിന്റെ ഒരു ഗെയിം ഇതേ ഫീൽ അല്ലേ, ഹി വിൽ ജസ്റ്റ് റൺ, ഹി വിൽ ജസ്റ്റ് വാക്ക് അബൌട്ട്. ആ ഒരു വൈബാണ് ഇസാക്കിന് ഇപ്പോഴത്തെ കളിയിൽ. കാരണം പുള്ളിക്ക് ഐ തിങ്ക് വി നീഡ് ടു പ്ലേ ഈവൻ വെൻ എക്കിറ്റിക്കെ ഈസ് പ്ലേയിങ്. നമ്മളിത് ലാസ്റ്റ് പോഡ്കാസ്റ്റിൽ പറഞ്ഞു. ഐ തിങ്ക് നൗ ദാറ്റ് വേർഡ്സ് ഇസ് സ്ലോലി സെറ്റിലിംഗ് ഇൻ, വി നീഡ് ടു പ്ലേ മോർ ടുവേർഡ്സ് ദ നമ്പർ 9. And this is the perfect time to do that because we don't have Salah anymore, we don't have Gakpo anymore. So അവിടെ കളിക്കാൻ ആളില്ല. ഈ വൈഡ് പോയിട്ട് നമ്മുടെ ആ ഒരു മസിൽ മെമ്മറി ഇല്ലേ, ഈ സ്ലോട്ടിന്റെ ക്ലോപ്പിന്റെ കാലം തൊട്ടുള്ള നമ്മൾ വൈഡ് പോകുന്നു, ഉള്ളോട്ട് കട്ട് ചെയ്യുന്നു. ഐ തിങ്ക് വാട്ട് എവർ ഫോർമേഷൻ വി പ്ലേ, ഓബൻ വേണമെങ്കിൽ വരാം, അതായത് വാട്ട് എവർ ഫോർമേഷൻ വി പ്ലേ, ഐ തിങ്ക് നെക്സ്റ്റ് 3-4 games till the January transfer window, if Semenyo is coming, that is, or if Gakpo is coming back, നമുക്ക് ഈ നമ്പർ 9സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട്, സെന്റർ ഫോർവേഡ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഗെയിം പ്ലേ കൊണ്ടുവരാൻ ടൈം ആയി എന്ന് തോന്നണം. കാരണം സൊബോസ്ല ഇല്ല, ഗാക്പോ ഇല്ല, സല ഇല്ല, വേറെ ആരും ഇല്ല അറ്റാക്കേഴ്സ് ആസ് വൈഡ് മെൻ ഫോർ us. വൈഡ് പോകാൻ പറ്റിയ ഒരു പ്ലെയറും ഇല്ല ഇപ്പൊ, ഒരു പ്ലെയറും ഇല്ല. absolutely no one who can go into wide. So 4-4-2 ഇല്ലെങ്കിൽ with both striker in is an excellent time for this. പക്ഷെ ഇപ്പം അജ്മലും ഗണേശൊക്കെ പറഞ്ഞല്ലോ ഇസാക്ക് വേഴ്സസ് എക്കിറ്റിക്കെ, നേരത്തെ നീ ചോദിച്ച നമ്പർ 9ന്റെ കേസ് ആണെന്നുണ്ടെങ്കിലും we still have not figured out the number 9. എക്കിറ്റിക്കെ ഗോൾ അടിക്കുന്നു എന്ന് പറയുമ്പോഴും he was not a number 9, a sole number 9. He gets his entire game comes from the left. ആ ലെഫ്റ്റ് നിന്ന് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വരുന്നതാണ്. അത് ഡീപ്പ് എന്ന് വരണം എന്ന് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ വൈഡ് എന്ന് വരണം എന്ന് പറയുന്നത്. ബട്ട് ആ ഒരു ഹാഫ് സ്പേസ് ഉണ്ടാവുമല്ലോ ബിറ്റ്വീൻ ദ റൈറ്റ് സെന്റർ ബാക്ക് ആൻഡ് ദ റൈറ്റ് ബാക്ക്, ആ ഏരിയയിൽ നിന്നാണ് എക്കിറ്റിക്കെ ഗെറ്റ്സ് എവറിത്തിങ്. സോ അവനെ പിടിച്ചിട്ട് മുന്നിൽ കൊണ്ടിട്ട ഇറ്റ് ഈസ് യൂസ്ലെസ് ഫോർ നൗ. കാരണം എക്കിറ്റിക്കെ എപ്പോഴെല്ലാം സോൾ സ്ട്രൈക്കറിന് കളിച്ചിട്ടുണ്ടോ, ആ സോൾ സ്ട്രൈക്കർ കളിച്ച കളിക്കൊക്കെ എക്കിറ്റിക്കക്ക് ടച്ചസേ ഇല്ല. എന്താ ചെയ്യേണ്ടത് അങ്ങനത്തെ ആണ്. സോ ആ പൊസിഷനില് എനിവേസ് ഇസാക്കിസ് ഫിറ്റ്നസ് ആവാം, ഫോം ആവാം, ടീമിന് മനസ്സിലാവാത്തതാവാം, വാട്ട് എവർ റീസൺ ബി, ഇസാക്ക് ക്യാൻ ഹോൾഡ് അപ്പ് ദാറ്റ് ലെവൽ. ഓക്കെ, ഞാൻ എന്തായാലും ഇവിടെ ഉണ്ട്, ഞാൻ എന്തായാലും ചീത്ത വെക്കുന്നുണ്ട്, ഐ വിൽ ഡു ദിസ് വർക്ക്, നിനക്ക് ഞാൻ ഫ്രീ ആക്കി തരാം സ്പേസ്, യു റൺ, ആൻഡ് എക്കിറ്റിക്കെ ക്യാൻ ഡു ദാറ്റ്. ഞാൻ പറയുന്നത് ഇപ്പം നമ്മൾ ഈ നമ്മുടെ ഒരു ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക് വന്നു, അതായത് എന്താണ് സ്ലോട്ട് ഉദ്ദേശിച്ചത്. നേരത്തെ അജ്മലിനോടും ചോദിച്ചു, അജ്മല് അല്പം ഗ്രൂപ്പിൽ സ്ലോട്ട് ഔട്ട് ഒക്കെ വിളിക്കുന്ന ആളാണ്, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. അതായത് സല ഇല്ല,
അതെ, ശരിക്കും എന്താ വിധിയുടെ കോമഡി എന്നൊക്കെ പറഞ്ഞതാണ് ശരിക്കും. സ്ലോട്ടിന്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഫാൻസ് പറയുന്നത് ഗാക്പോ ആണ്. എപ്പോ നോക്കിയാലും ഗാക്പോനെ കളിപ്പിക്കുന്നുള്ളത്. ഗാക്പോ ഇല്ല. സ്ലോട്ട് പറയുന്നതും അതോ ക്ലബ്ബ് പറയുന്നത് സാല ഉള്ളത് കൊണ്ട് നമ്മൾ ഈ വാങ്ങിയ പ്ലേയേഴ്സിനെ വെച്ച് കളിപ്പിക്കാൻ പറ്റില്ലതാണ്. സാല ഇല്ല. അപ്പൊ ശരിക്കും സ്ലോട്ട് ഇപ്പൊ ചെയ്യേണ്ടത് വേർഡ്സിനെ കാണിച്ച പ്രസന്റേഷനിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് ഈ അടുത്ത 4 കളി കളിക്കുക. കാരണം ഹി ഹാസ് എ ഫിറ്റ്നസ് അല്ല, ഫിറ്റ് ഇസാക്ക്. ഹി ഹാസ് ഹിസ് 150, 125, 130 million number 9. He has his 85 million second striker. He has his 115 million number 10. So next game with Spurs, we are actually supposed to see what a Liverpool team could look in the next few years, അല്ലേ? കാരണം ഇതാണ് എന്താണോ ഇത്രയും പ്ലേയേഴ്സിനെ മേടിച്ചപ്പോ, അറ്റാക്കിംഗ് പ്ലേയേഴ്സെ മേടിച്ചപ്പോ നമ്മുടെ ക്ലബ്ബ് എന്താണോ ആലോചിച്ചത് അത് നെക്സ്റ്റ് ഗെയിമിൽ കാണാൻ പറ്റണം. കാരണം അഗൈൻ ഐ ആം ആഡിങ് Kerkez 22 years, we bought him for future. Frimpong 24, 25 years, we bought him for future. So whoever നമ്മൾ ആരൊക്കെയാണോ മേടിച്ചത് എല്ലാവരും അവൈലബിൾ ആണ്. ഇനി പറയുന്ന സലയുടെ എക്സ്ക്യൂസ് ഇല്ല, ഗാക്പോ കളിക്കുന്നു എന്നുള്ള ഫാൻസിന്റെ എക്സ്ക്യൂസ് ഇല്ല, ഒന്നുമില്ല. സോ ഇപ്പം നമ്മൾ ഇത്രയും പ്ലേയേഴ്സിനെ മേടിച്ചത് എന്തിനാണ്, എന്ത് ഫോർമേഷൻ ആണോ ആ ഫോർമേഷൻ ആയിരിക്കണ്ട അടുത്ത മാച്ച് കളിക്കേണ്ടത്. ഐഡിയലി യെസ്. എന്താണ് അജ്മലിന് പറയാനുള്ളത്? അജ്മൽ ഞാൻ ഇപ്പം ഐ ബിലീവ് ദാറ്റ് തിങ്സ് വുഡ് ഹാവ് ബീൻ ഡിഫറെന്റ്. നമ്മളൊരു 2 സെന്റർ ബാക്കിനെ ആക്ച്വലി ഈ സീസൺ ടാർഗറ്റ് ചെയ്തായിരുന്നു. അപ്പം ഇഫ് യു സി ലിയോണി ആസ് വെൽ ആസ് പിന്നെ ഗോയി നടന്നില്ല. ചിലപ്പോ എനിക്ക് തോന്നുന്നു വി സ്ലോട്ട് ഹാഡ് എൻ തോട്ട് ഓഫ് പ്ലേയിങ് 3 at the back. I sometimes I feel that's how he might have planned. Kerkezനെയും ഫ്രിംപോങ്ങിനെയും ക്വൈറ്റ് അഡ്വാൻസ് റോൾ കൊടുത്തിട്ട് ആൻഡ് സ്റ്റിൽ ഹി ക്യാൻ സ്റ്റിൽ മേക്ക് യൂസ് ഓഫ് വേർഡ്സ്. ആ 2 ഫോർവേഡിനെ വേണമെങ്കിൽ അവിടെ യൂസ് ചെയ്യാൻ പറ്റും. അതെന്തായാലും നടന്നില്ല. ആൻഡ് വാട്ട് ഐ ഫീൽ ഇസ് റൈറ്റ് നൗ പുള്ളി he ran out of options. ഉള്ളത് പറയാലോ, പുള്ളി he lost the trust of his best player. സല പുള്ളി അടിയായി. പിന്നെ ആകെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് പുള്ളിയുടെ ഇൻഫോം എക്കിറ്റിക്കിനെ കളിപ്പിക്കുന്നതാ. ഇതില് ഇപ്പം ക്രിസ് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സിൽ കാണുന്ന ടീമൊന്നും അങ്ങനെ പറയാനൊന്നും ആയിട്ടില്ല. അത് മാനേജർ ഇവിടെ നിന്നാല് നമുക്ക് അതിനെ പറ്റി പറയാൻ പറ്റുള്ളൂ. അപ്പം ഐ സ്റ്റിൽ ഡോണ്ട് തിങ്ക് ദാറ്റ് സ്ലോട്ടിന്റെ പൊസിഷൻ സേഫ് ആണെന്ന് എനിക്ക് അതല്ല ഞാൻ ചോദിക്കുന്നത്. സമ്മറിൽ നമ്മൾ ഇത്രയും പ്ലേയേഴ്സിനെ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ, നമ്മളിപ്പം ഇത്രയും പ്ലേയേഴ്സിനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു ലോജിക് ഉണ്ടാവുമല്ലോ. ലൈക്ക് വി വോണ്ട് ടു പ്ലേ ദിസ് കൈൻഡ് ഓഫ് ഫുട്ബോൾ. അതിപ്പോ ഇസാക്കിനോടായാലും എക്കിറ്റിക്കിനോടായാലും വേർഡ്സിനോടായാലും പറയണ്ടേ? അതായത് ഞാൻ എവിടെയാണ് കളിക്കാൻ പോണത് പറഞ്ഞില്ലേ. അത് നമ്മള് മേടിച്ച പ്ലേയേഴ്സിന്റെ പ്രൊഫൈലും ടീമിന്റെ ആവശ്യമുള്ള നോക്കുമ്പോൾ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഇല്ലോജിക്കൽ. നമ്മൾ ഇത്രയും ഫോർവേഡ്സ് ഉണ്ടാകുമ്പോൾ എന്തിനാണ് 2 സെന്റർ ഫോർവേഡ്സിനെ മേടിക്കേണ്ട ആവശ്യം? അൺലെസ് വി ഹാഡ് ലൈക് നമ്മള് ഉള്ള വിങ് ഓപ്ഷൻസിന് ഡിയാസിനെ നമ്മൾ കളഞ്ഞു. എന്നിട്ട് പ്രോപ്പർ വിങ് പ്ലേ കളിക്കുന്ന ആകെയുള്ള ഒരു പ്ലെയർ അപ്പാർട്ട് ഫ്രം സല ഡിയാസ് ആയിരുന്നു. പിന്നെ പുള്ളിനെ കളഞ്ഞിട്ട് ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് നമ്മൾ മാർക്കറ്റിൽ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടു. ഇത്രയും പ്ലേയേഴ്സ് ഉണ്ട് ആൻഡ് വി ബോട്ട് ദിസ് പ്ലേയേഴ്സ്, ലെറ്റ് ദ മാനേജർ ഫിഗർ ഔട്ട് വാട്ട് ഹി ക്യാൻ ഡു വിത്ത് ഇറ്റ്. പക്ഷേ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി 30 മില്യൺ 115 മില്യൺ അല്ലല്ലോ. ഇപ്പൊ എക്വിറ്റിക്ക് ഐ കാൻ അണ്ടർസ്റ്റാൻഡ് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി. വേർഡ്സ് ഈസ് എ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി. ലിവർപൂളിലെ സിഇഒ ആക്ച്വലി ഹി മെൻഷൻഡ് വേർഡ്സ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ദാറ്റ് വി കുഡന്റ് മിസ്. അപ്പം വേർഡ്സ് അവൈലബിൾ എന്ന് പറഞ്ഞപ്പോൾ മേടിച്ചു മാത്രം. അപ്പം I don't think manager had a say in all of the signings that he had, like we bought. അവിടെ ഒരു മാനേജർ ടീം ബിൽഡ് ചെയ്യണമെങ്കിൽ എന്തായാലും ഒരു എക്സ്ട്രാ മിഡ്ഫീൽഡ് അവിടെ ആഡ് ചെയ്തായിരുന്നു. നമ്മളത് ചെയ്തില്ല. നമ്മള് ഭയങ്കര നമുക്ക് ആക്ച്വലി കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ മിഡ്ഫീൽഡിൽ വന്ന ഇഞ്ചറീസിൽ ശരിക്കും വി വർ ഫോർച്യൂനേറ്റ്. അത് ലീഗ് ഓൾമോസ്റ്റ് റാപ്പ് ചെയ്തപ്പോഴാണ് നമ്മുടെ ഉള്ള മിഡ്ഫീൽഡൊക്കെ ഒന്ന് ഫോം ഔട്ട് ആയി തുടങ്ങിയത്.
അപ്പം സ്ലോട്ട് വിഷൻ ചെയ്ത ടീം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് സ്ലോട്ടിന് കൊടുത്ത ടീം, അത്രേ ഉള്ളൂ. ഓക്കെ, ആ ടോപ്പിക്ക് തന്നെ നിന്നുകൊണ്ട് സല, ഗണേശ, എന്താണ് സല സിറ്റുവേഷൻ? റിസോൾവ് ആയി, ഫാൻസ് അയാളെ പാട്ട് പാടി, സ്ലോട്ടിന്റെ പാട്ടും പാടി, അയാളെ പാട്ടും പാടി പോയി. ആഫ്കോൺ ആണ്, ഇനി വരുമോ ഇല്ലയോ എന്ന് അറിയില്ല. സോ വാട്ട് ഡു യു മേക്ക് ഓഫ് ദ സിറ്റുവേഷൻ? വി കൻ ക്വിക്ലി, ഇത് എല്ലാവരും ഓരോ റിമാർക്ക് കഴിഞ്ഞിട്ട് ഈ ടോപ്പിക് നമ്മൾ ഒരുപാട് സംസാരിച്ച് എല്ലാവർക്കും ഇത് മടുത്തിട്ട ടോപ്പിക്കാണ്. ബട്ട് ജസ്റ്റ് ടു റൗണ്ട് ഇറ്റ് അപ്പ്, വാട്ട് ഡു യു തിങ്ക്? ഇസ് ഹി ഗോണ കം ബാക്ക്? ഇസ് ഹി ഗോണ സ്റ്റേ? ഓർ ഒരു നല്ല ഓഫർ കൊടുത്താൽ പോവോ? I think in a whole thing, regardless of whether you're slot in or slot out, Slot has been very respectful and very decent in his comments and all that. And it was well handled by the manager and all the players. I think every player who spoke, ഒരു സൈഡ് എടുക്കാണ്ട് കാരകർ ഒഴികെ എല്ലാവരും വളരെ മാന്യമായി സംസാരിച്ചു. അപ്പോ എന്താണ് ഗണേശ, വാട്ട് ഡു യു തിങ്ക്? കറക്റ്റ് ഞാൻ അതാ പറയുന്നത്. ക്ലബിന് ഒരു വാല്യൂ ഉണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് മാനേജർ ആക്ട് ചെയ്തത്. അതിൽ എനിക്ക് നല്ലൊരു ഡിസിഷൻ ആണെന്ന് തോന്നി മാനേജറുടെ കയ്യിൽ നിന്ന്. പ്ലേയേഴ്സ് അതുപോലെ നമ്മളെല്ലാവരും വിചാരിച്ചു പ്ലേയേഴ്സ് മാനേജർ ലോസ്റ്റ് ദ ട്രസ്റ്റ് ഫ്രം ദ പ്ലേയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇതുണ്ടായിരുന്നു. പക്ഷെ എല്ലാ പ്ലേയേഴ്സും മാനേജറുടെ പുറകിലായിരുന്നു. ഈവൻ കർട്ടിസ് ജോൺസിന്റെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. ആള് മുമ്പ് പറഞ്ഞത് ആസ് എ ഫാൻ ഐ ഫീൽ വെരി എന്താ പറയാ സാഡ്, അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞു തോറ്റതിന് ശേഷം. പക്ഷെ ആള് സ്റ്റിൽ ഇറ്റ്സ് ബിഹൈൻഡ് ദ മാനേജറാണ്. എല്ലാ പ്ലേയേഴ്സും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് ആക്ച്വലി എ ഗുഡ് ഡിസിഷൻ ബൈ ദ മാനേജർ. സോ സാല പോയി വന്നു, കളിച്ചു. നമ്മൾ വിചാരിച്ചു ലാസ്റ്റ് സെക്കൻഡ് ഹാഫിലൊക്കെ ആയിരിക്കും സാല വരുന്നത്. സാല വാസ് വെരി ലക്കി. 25ാമത്തെ മിനിറ്റിൽ തന്നെ കളിക്കാൻ പറ്റി, ഗെയിം മുഴുവൻ കളിച്ചു. ഗോൾ അടിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു. കിയേസ വരെ പാസ് ചെയ്തു. ഫ്രം എ ഗോൾ സ്കോറിംഗ് പൊസിഷനിൽ ഒരു പാസ് കൊടുത്തു ഗോൾ അടിക്കാൻ വേണ്ടി സാലയ്ക്ക്. അങ്ങനെയെങ്കിലും സാല ഷൈൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ സാലയ്ക്ക് യോഗമില്ല. ഇപ്പോ അഫ്കോണിൽ പോയിട്ട് നന്നായിട്ട് കളിച്ച് ഇഞ്ചറി ഇല്ലാതെ തിരിച്ചു വരും എന്നാണ് എൻ്റെ ഒരു പ്രൊഡിക്ഷൻ. ഹി വിൽ കണ്ടിന്യൂ ഹിയർ. മേ ബി ഹി വിൽ സ്റ്റിക്ക് ടു, അതായത് ആനയ്ക്ക് ചട്ടം കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഹി വിൽ കം ബാക്ക് ആൻഡ് ഐ ഹോപ്പ് ഹി വിൽ കണ്ടിന്യൂ ഹിയർ. പക്ഷെ ഇപ്പം പ്രസ് കോൺഫറൻസിലൊക്കെ തന്നെ സ്ലോട്ടിനോട് ചോദിച്ചപ്പോ ബ്രൈറ്റൺ ഗെയിം കഴിഞ്ഞിട്ട് സല ഇനി എങ്ങനെയാണ് തിരിച്ചു വരുമോ എന്നൊക്കെ ചോദിച്ചപ്പോ ഈസ് നൈദർ കൺഫേമിങ് നോർ ഡിനൈങ്. അങ്ങോട്ടും പറയുന്നില്ല ഇങ്ങോട്ടും പറയുന്നില്ല എന്നുള്ളതാണ്. സല ഇപ്പൊ ഇല്ല, സല വരും, സല കളിക്കുമായിരിക്കും. ആഫ്കോണിന് പോയതല്ലേ എന്ന് അങ്ങോട്ട് എവിടെയും തട്ടിക്കാണ്ട് പറയുന്നേ ഉള്ളൂ. സോ സ്ലോട്ടിന് പോലും അജ്മൽ നേരത്തെ പറഞ്ഞ പോലെ സ്ലോട്ടിന് പോലും കയ്യിൽ ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഇതൊക്കെ മേലെ എന്നുള്ള ഓർഡറിനനുസരിച്ചാണ്. അപ്പൊ മേ ബി ഇഫ് യു ഗെറ്റ് ലെറ്റ്സ് സേ 100 million 150 million ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ what we saw might have been his last game. എന്താണ് അജ്മലിന്റെ അഭിപ്രായം? സല പോകും തോന്നുന്നില്ല. പുള്ളി എൻഡ് ഓഫ് സീസൺ വരെ എങ്ങനെയെങ്കിലൊക്കെ നിൽക്കും തോന്നുന്നു. ആക്ച്വലി ടു ബി ഫെയർ, ഈ 442 ഡയമണ്ടിലും ഐ ഫീൽ ദാറ്റ് സല ക്യാൻ, പുള്ളി കുറച്ച് ഗെയിംസ് ഒക്കെ നമുക്ക് ഒരു സെൻട്രൽ ഫോർവേഡ് ആയിട്ട് കളിച്ചിട്ടുണ്ട്. അതിലൊക്കെ പുള്ളിയുടെ ഹോൾഡ് അപ്പ് പ്ലേയും പുള്ളിയുടെ ത്രെട്ടൊക്കെ നല്ലതായിരുന്നു ബാക്ക് ഇൻ ക്ലോപ്പ് ഡേയ്സ്. അപ്പം പുള്ളി അതൊക്കെ ഇവിടെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ then we have good, I would say, solid 4 options in the front too. ഈ ഒരു ഫോർമേഷനിൽ പോവുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ അല്ലേ, അതായത് സല ക്യാൻ പ്ലേ ഇൻ ദ ഫ്രണ്ട് ടു, ബട്ട് വിൽ ഹി പ്ലേ ഇസ് ദ പ്രോബ്ലം. അതായത് പൊസിഷൻ വൈസ് അല്ല, അതായത് ചില ഗെയിംസ് ടി കെ ഇസാക്ക് സ്റ്റാർട്ട് ചെയ്യും, അപ്പൊ പുള്ളി ബെഞ്ചിലിരിക്കാനോ അല്ലെങ്കിൽ പുള്ളി ഒരു 60 മിനിറ്റ്സ് ആകുമ്പോൾ കയറാനോ ഉള്ള മാനസികാവസ്ഥ സലക്കുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കാരണം ജെറാഡിന് ഇതേ ഓപ്ഷൻ പണ്ടിട്ടപ്പോ ജെറാഡ് ഗാലക്സിയിലോട്ട് പോയത്. So these kind of players who have the star, the aura, and they deserve it, legends. അപ്പൊ അവർക്ക് ഒരു ബാക്കപ്പ് പ്ലെയർ ആയി അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ പ്ലെയർ ആയി നിൽക്കാനുള്ള താല്പര്യം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. I think that's true. Yeah, and he has always, Salah was a ഇപ്പൊ നമ്മൾ ഒരുപാട് റൈവൽ ഫാൻ സ്റ്റാറ്റ് പാഡിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സല ഇസ് ഓൾവേസ് ഓൺ ദ ലുക്ക് ഔട്ട് ഫോർ ഗോൾസ് ആൻഡ് അസിസ്റ്റ് ഫോർ ദ ടീം. അയാൾക്ക് വേണ്ടി മാത്രമല്ല, അപ്പൊ പുള്ളിക്ക് ആ ഒരു റെക്കോർഡും he is very particular. ഇന്ന് തന്നെ പുള്ളി ഷെയർ ചെയ്ത his goals and assists most. പുള്ളി he is that kind of a player. Even Ronaldo is like that. You have Ben Mbappe is like that.
അപ്പൊ പുള്ളിക്ക് ഇങ്ങനെ ഒരു Yeah. ഓഫ് ആൻഡ് ഓൺ സീസൺ താല്പര്യം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ലെറ്റ് സീ വാട്ട് ദ ക്ലബ് ഡസ് ആൻഡ് വാട്ട് ദ ക്ലബ് ഡസ്. അതിനെ കുറിച്ച് നമ്മൾ ഇനി വെറുതെ ഫാൻസ് തമ്മിൽ തല്ലിയ കാര്യമില്ല. I think we can wrap Liverpool section of this thing with one more thing. It's a winter transfer window is coming. Regardless of Salah staying or leaving, I think we need a wide player. അത് ഡിയാസിനെ, കാരണം റിയോനെ കളിപ്പിക്കുന്നില്ല എന്നാണെങ്കിൽ ഐ തോട്ട് റിയോ ഇസ് ഗോണ ഹാവ് എ ബ്രേക്ക് ഔട്ട് സീസൺ, ബട്ട് ഡസന്റ് ലുക്ക് ലൈക്ക് സ്ലോട്ട് അത് കൊടുക്കുന്നു തോന്നുന്നില്ല. അപ്പൊ റിയോനെ കളിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വി നീഡ് എ വൈഡ് പ്ലെയർ. സെമന്യോ ഇസ് ലിങ്ക്ഡ്. Other than that, any other position, any other player you would like ജാനുവരിയിൽ? ഓക്കെ, ഐ വിൽ സ്റ്റാർട്ട്. ഒരു ഐ വുഡ് സ്റ്റിൽ ഗോ ഫോർ ഇപ്പത്തെ നമ്മുടെ സെന്റർ ബാക്സിന്റെ ഒക്കെ ഒരു ഫോം വെച്ച് നോക്കുമ്പോൾ എന്തായാലും അവിടെ ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ഓപ്ഷൻ എന്തായാലും വേണം. ഇപ്പം അവര് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കളിച്ചു പോകുന്നേ ഉള്ളൂ. അപ്പം എസ്പെഷ്യലി വാൻഡൈക്ക് എന്തായാലും ആ ഒരു പ്രായമായി. ആൻഡ് കൊണാട്ടെ നല്ല ഈ പ്രായത്തിലാണെങ്കിലും പുള്ളിയുടെ ഒരു മോശം സീസൺ ആണ് ഇപ്പം. അപ്പം ഇടയ്ക്കൊരു ബ്രീതർ കൊടുക്കാൻ എന്തായാലും നമുക്കൊരു ഓപ്ഷൻ വേണം. അത് ഇപ്പൊ ലിയോണി ഫിറ്റായി വന്നാലും അതൊക്കെ ഭയങ്കര ഒന്നാമത് പുള്ളിക്ക് പ്രായമില്ല, പക്ഷെ പുള്ളി ആ പ്രായത്തിനേക്കാൾ മെച്ചൂരിറ്റിയിൽ കളിയിൽ ആ മെച്ചൂരിറ്റി കാണിക്കുന്നുണ്ടെങ്കിലും ഇറ്റ്സ് ടു ഏർലി ഫോർ ഹിം. അപ്പം എന്തായാലും ഒരു CB ഓപ്ഷൻ നമ്മൾ എന്തായാലും കൊണ്ടുവരണം. അത് കൂടാണ്ട് ഇതൊന്നും നടക്കില്ല, അത്രയും 2-3 പ്ലേയേഴ്സ് ഒന്നും എന്തായാലും വരില്ല. ബട്ട് സ്റ്റിൽ എന്റെ ഒരു ആഗ്രഹം ഇത് വിന്റർ ട്രാൻസ്ഫർ വിൻഡോ അല്ലേ, അപ്പൊ അത്രയൊക്കെ നമ്മൾ ചെയ്യാൻ നോക്കണം. അതുപോലെ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ, അത് നമ്മുടെ ടീമിൽ ഒരു 3 വർഷമായിട്ട് നമുക്ക് ഫബീനിയോ പോയിന്റ് ശേഷം നമുക്ക് ഒരു പ്രോപ്പർ റീപ്ലേസ്മെന്റ് അവിടെ ഇല്ല. അതായത് എൻഡോന്റെ ഒരു ലിമിറ്റേഷൻ നമുക്ക് അറിയാം. പിന്നെ നമ്മുടെ മാനേജർ പുള്ളിനെ ട്രസ്റ്റ് ചെയ്യുന്നില്ലേ, പിന്നെ വെറുതെ ആ പ്രൊഫൈല് വെറുതെ അവിടെ മിസ് ചെയ്തിട്ട് കാര്യമില്ല. ആൻഡ് നോക്കുകയാണെങ്കിൽ ഈ സെയിം മാനേജർ ആ പൊസിഷനിൽ വേറെ പ്ലെയറിനെ ടാർഗറ്റ് ചെയ്തായിരുന്നു. ഇതിനു മുമ്പ് ക്ലോപ്പ് ആണെങ്കിലും ഒരു CDMല് ഒരാളെ ടാർഗറ്റ് ചെയ്തായിരുന്നു. രണ്ടും നടന്നില്ല. സോ ഈ ടീമിന് ശരിക്കും നമുക്ക് നമ്മുടെ ആ വിങ് ബാക്സിന്റെ ഒരു മാക്സിമം ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഒരു പ്രോപ്പർ ബോൾ വിന്നർ വേണം. നമ്മുടെ മിഡ്ഫീൽഡ് എല്ലാം ഭയങ്കര സിൽക്കി, ഭയങ്കര ഒരു എലഗന്റ് പ്ലേയേഴ്സ് ആയിട്ട് കാര്യമില്ല. അത് ഒന്ന് ഇടിച്ചു നിൽക്കാനും നമുക്കൊരു പ്ലേയേഴ്സിന് ആവശ്യമുണ്ട്. നീ ഇങ്ങനെ തൊട്ടും തൊടാതെ പറയണ്ട, പ്ലെയറുടെ നെയിം പറ. ആരൊക്കെയാണ് ഓപ്ഷൻസ് പറ. വേറെ കാര്യം, ഈ പ്രൊഫൈലുള്ള ആൾക്കാർക്ക് അറിയണ്ടേ. നീ പ്രൊഫൈല് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ആൾക്കാർക്ക് ഏതുപോലത്തെ പ്ലെയർ വേണമെന്ന് പറയണ്ടേ. അൺറിയലിസ്റ്റിക് ആയിക്കോട്ടെ, ഏതുപോലത്തെ പ്ലേയേഴ്സ് അയക്കാൻ ഏതുപോലത്തെ പ്ലേയേഴ്സ് കൈസൈഡോ പോലത്തെ ഒരു അവൻ ആക്ച്വലി 2 പേരുടെ പണി അവിടെ എടുക്കുന്നുണ്ട്. അപ്പം ആ ഒരു പ്രൊഫൈലുള്ള പ്ലെയർ, ഇഫ് യു ഹാവ് കൈസൈഡോ വി ഡോണ്ട് ലൂസ് ഓൺ നമ്മുടെ ബിൽഡപ്പ് പ്ലേ. അവിടെ ബിൽഡപ്പ് പ്ലേ ഒട്ടും മോശമാവുന്നില്ല. പുള്ളി അതും ചെയ്തോളും, പുള്ളി നന്നായി ഡിഫെൻഡ് ചെയ്തോളും, പുള്ളി വേണമെങ്കിൽ റൈറ്റ് ബാക്കും കളിച്ചോളും. അപ്പം അങ്ങനത്തെ കൊറേ ബോക്സ് അവിടെ ടിക്ക് ചെയ്യും. യെസ്, ഇതില് could be a hot take, weird as well. ഫ്രണ്ട് ലൈനിൽ ആരും വേണ്ട. വാട്ട് വി നീഡ് ടു സൈൻ ഇസ്, നമ്മൾ പണ്ട് സൈൻ ചെയ്യാൻ പോയ സുബിമെൻഡി ഫോർ എക്സാമ്പിൾ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ അവൈലബിൾ പ്ലേയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അറ്റ്ലാന്റയിലെ എഡേഴ്സൺ. സോ വാട്ട് വി ആർ ലുക്കിംഗ് ഫോർ ഔട്ട് ആൻഡ് ഔട്ട് ഡിസ്ട്രോയറിനെ സ്ലോട്ട് വാങ്ങുന്ന എനിക്ക് തോന്നുന്നില്ല. സോ വാട്ട് കുഡ് വി ഡു ഇസ് ബൂസ്റ്റ് അപ്പ് ദാറ്റ് മിഡ്ഫീൽഡ്. എഡേഴ്സണിനെ വാങ്ങുക. അപ്പം നമുക്ക് സിറ്റ് ബാക്ക് ചെയ്യാനുള്ള കളിയാണെന്നുണ്ടെങ്കിൽ എഡേഴ്സണും ഗ്രാവൻ ബേർച്ചും അതിന്റെ മുന്നിൽ സോബോസ്ലായി, വേർഡ്സ്. വി ക്യാൻ ഹാവ് 4 മിഡ്ഫീൽഡേഴ്സ്. എന്താ പറയാ, അതിന് ഡ്രോപ്പ് ചെയ്യാൻ പറ്റിയ 2 ആൾക്കാരുണ്ട്. സോബോസ്ലായി ക്യാൻ പ്ലേ എനിവെയർ, വേർഡ്സ് ഇസ് ഫ്രീ, എൻറ്റയർലി ഫ്രീ. ഇനി അതെല്ലാം നമുക്ക് അറ്റാക്കിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഡേഴ്സനെ മാത്രം വെക്കുക, അല്ലെങ്കിൽ ഗ്രാവൻ ബേർച്ചിനെ മാത്രം വെക്കുക. വി ഹാവ് മെക്കാലിസ്റ്റർ, സോബോസ്ലായി ആൻഡ് വേർഡ്സ് അപ്പ് ഫ്രണ്ട്. സോ
പല ഓപ്ഷൻസ് നമുക്ക് അവിടെ കിട്ടും. ഈവൻ വൈഡിൽ ആൾക്കാർ വേണമെന്നുണ്ടെങ്കിൽ ടി കെ ഗെറ്റ്സ് ഇഞ്ചേർഡ്, അങ്ങനെയാണെങ്കിൽ ഇസാക്കിനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് സല ഈസ് ബാക്ക്, സല റൈറ്റിൽ കളിക്കാം. സല ഇല്ലാന്നുണ്ടെങ്കിൽ സപ്പോസ് ക്യാൻ ഗോ ദർ, വേർഡ്സ് ക്യാൻ ഗോ ടു ലെഫ്റ്റ്, ജോൺസ് ക്യാൻ ഗോ ടു ലെഫ്റ്റ്. ലൈക്ക് നമുക്ക് ഓപ്ഷൻസ് കിട്ടും. ബട്ട് പ്രൊവൈഡഡ് വി ഹാവ് സംബഡി ഇൻ മിഡ്ഫീൽഡ് ഹു ക്യാൻ റൺ ആൻഡ് ഗെറ്റ് ദ ബോൾ. അവിടെയാണ് എഡർസൺ ഇസ്, ഐ വുഡ് ടേക്ക് ഇറ്റ് above and beyond, let's say like somebody like Semenyo. വരണ്ടെന്നല്ല പറയുന്നത്, വന്നാൽ എല്ലാവരും വന്നാലും സന്തോഷം. ബട്ട് ബിറ്റ്വീൻ എ ചോയ്സ്, ഇഫ് സെമെന്യോ വേഴ്സസ് എഡർസൺ ആണ് ചോയ്സ് എങ്കിൽ ഐ വുഡ് ഗോ ഫോർ എഡർസൺ. ഫ്രണ്ട് ലൈൻ നമുക്ക് കളിക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല, വി ക്യാൻ ഗെറ്റ് പീപ്പിൾ ദർ. ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ലൈക്ക് എഡർസണ് മേടിക്കണം എന്ന് പറഞ്ഞത്. നമ്മള് എൻക്വയറി ചെയ്തിട്ടുണ്ടെന്നൊരു ന്യൂസ് കണ്ടിരുന്നു. ബട്ട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ വെൻ ഗുഡ് പ്ലേയേഴ്സ് ആർ അവൈലബിൾ ഡെഫിനറ്റ്ലി വിൽ റിയാക്ട്. നമുക്ക് വേണോ വേണ്ടയോ എന്നല്ല, നമ്മൾ അതുപോലെയാണ് വേർഡ്സിനെയും എക്കിറ്റിക്കിനെയൊക്കെ മേടിച്ചത്. സോ ഇഫ് ദേ ആർ അവൈലബിൾ ഓൺ ദ മാർക്കറ്റ് ഡെഫിനറ്റ്ലി വിൽ ഹാവ് എ ട്രൈ അറ്റ് ഇറ്റ്. സോ ജാനുവരിയിൽ അങ്ങനെ അവൈലബിൾ ആവുന്ന സാധ്യത വളരെ കുറവല്ലേ അങ്ങനെ പ്ലേയേഴ്സിന്? അല്ല, ഞാനതാ പറയണത്. നമ്മള് അതായത് ഐ തിങ്ക് നമ്മള് ട്രാൻസ്ഫർ വിൻഡോ കഴിയുമ്പോൾ മാനേജറിന് നമ്മൾ പ്ലേയേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സിന് മേടിച്ചു, പക്ഷെ നമുക്ക് പൊസിഷൻ നമ്മൾ ഇപ്പോഴും ഫില്ല് ചെയ്തിട്ടില്ല. സോ അത് എന്തായാലും മാനേജ്മെന്റ് സ്ലോട്ടിന് ബാക്ക് ചെയ്യുന്നാണ് തോന്നുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ we know that we saw that in the Salah കേസിൽ. അതെ ഞാനതാ പറയുന്നത്. മേ ബി സാല കഴിഞ്ഞാലുള്ള ഒരു സാല എന്തായാലും അടുത്ത നെക്സ്റ്റ് ഇയർ പോകും. നമ്മൾ ഈ വർഷം നിൽക്കുമെന്ന് പോലും അറിയില്ല. സോ ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ്. ഇഫ് വി ഗെറ്റ് എ ഗുഡ് മണി, അബിൻ പറയുന്ന പോലെ ഈ രണ്ട് പ്ലേയേഴ്സും പോസിബിൾ ആണ്. ആൻഡ് ഡോണ്ട് നോ ഫോർ മാർക്ക് ഗുഹയുടെ കാര്യം എന്താണെന്ന് അറിയില്ല. കുറെ ടീം ആളുടെ പുറകെ ഉണ്ട്. സോ ദർ ആർ ബെറ്റർ പ്ലേയേഴ്സ് അവൈലബിൾ എന്ന് പറയാം. നമ്മൾ ബെസ്റ്റോണിനെ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. But I will still go for Mark Guehi. Mark Guehi is really good, really good. Maybe Ederson കിട്ടിയില്ലെങ്കിൽ there is Adam Wharton available. നോക്കാം. I would go for a Semenyo and Elliot Anderson kind of a player if it is possible in this window. We need, അതായത് ഞാൻ പറയാൻ കാരണം we may not get the top. Adam Wharton would go above 100 million easily will go above 100 million, and I don't think നമുക്ക് ഈ ജാനുവരിയിൽ കൊണ്ടുപോയിട്ട്, ഞാൻ ജാനുവരിയുടെ കാര്യം Elliot Anderson also will cost somewhere around 80 to 90 sure ആണ്. Elliot Anderson to be fair നമുക്കിപ്പം ആവശ്യമില്ല. That role Jones is doing. വെറുതെ എന്തിനാ എലിയട്ട് ആൻഡേഴ്സനെ മേടിക്കണം? ഞാൻ പറയുന്നത് ഇപ്പൊ ഓബിൻ പറഞ്ഞ പോയിന്റ് ആണ് that I don't think Slot will sign. ഇപ്പൊ നമുക്ക് എല്ലാരും പറയുന്ന ഒരു ഡിസ്ട്രോയർ അയാളുടെ ഫോർമേഷനിൽ ഇല്ല. ഈ ഇപ്പൊ സുബിമെൻഡി ആണെങ്കിലും വാട്ട് ഹി ലുക്ഡ് ഫോർ ഇസ് നോട്ട് എ ഡിസ്ട്രോയർ. ഐ വോണ്ട്, ഇപ്പൊ നമ്മള് മാർക്ക് ഗേഹിയും സെമെന്യും ഞാൻ പറയുന്നത് നമുക്ക് പെർഫെക്റ്റ് ഫിറ്റ് ആയതുകൊണ്ടല്ല. വി നീഡ് അനദർ ബോഡി there. We need a midfielder who will play, who will slot in and play right away. ഈ എഡർസൺ വീണ്ടും ഇറ്റലിയിൽ നിന്ന് വന്നിട്ട് നടക്കുന്നല്ല ഞാൻ പറയണേ, പക്ഷെ ഒരു പുറത്തുനിന്നൊരു പ്ലെയർ വന്നിട്ട് ഇനി പ്രീമിയർ ലീഗ് ആയിട്ട് അഡ്ജസ്റ്റ് ആയിട്ട് ഇനി നമുക്ക് ഈ സീസണിൽ ഹെൽപ്പ് ആവുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. കാരണം അത്രയും ഒരു ഇൻസ്റ്റെബിലിറ്റി ഉള്ളത്. പ്ലസ് ഐ വാണ്ട് us to more sign ബ്രിട്ടീഷ് പ്ലേയേഴ്സ്. നമുക്ക് ഇപ്പൊ മാർക്ക് ഗേഹി വന്നാൽ ഓക്കെ, ആ ഒരു കോർ നമുക്ക് ബിൽഡ് ചെയ്യണം. കാരണം വി നീഡ് ക്വാളിറ്റി ഹോം ഗ്രോൺ പ്ലേയേഴ്സ് ആസ് വെൽ. കാരണം ഒരു സ്ക്വാഡിന്റെ മേക്കപ്പിന് വെൻ യു ഹാവ് a certain quality homegrown players, the overall quality of the squad goes up because you don't have to sign nobodies as homegrown players as well. Alle, I'm thinking what is practical. Okay, another option is Baleba also, but he will also be what 100 million plus. There is a very cheap option. നമുക്കൊരു cheap option വൂൾസിലുണ്ട്. We can try for Joao Gomez. അവൻ ആക്ച്വലി ഒരു നല്ലൊരു ഓപ്ഷനാണ്. റെലഗേറ്റ് ആവുമ്പോ ഫ്രീ ആയി കിട്ടും. ഫ്രീ ആയിട്ടല്ല, കിട്ടും. ചവിട്ടുനാടകം കുറെ ഉണ്ടാവും. റെഡൊക്കെ മേടിച്ച് പോകും. വൂൾസിന്റെ കാര്യം പറയുമ്പോൾ ഐ തിങ്ക് വി ക്യാൻ ഗോ ഫോർ ദ പ്രീമിയർ ലീഗ് റൗണ്ട് അപ്പ്. ഒരുപാട് ലിവർപൂൾ ഫാൻസും മാൻ സിറ്റി ഫാൻസും ഓൾമോസ്റ്റ് ഓൺ ദ കസ്പ് ഓഫ് ഹാപ്പിനെസ് ആയിരുന്നു.
സാറ്റർഡേ നൈറ്റ്, ബട്ട് ഒരു 97th minute ഓൺ ഗോൾ. ആർസണൽ ലുക്കിംഗ് ഷേക്കി, ബട്ട് അറ്റ് ദ സെയിം ടൈം Lord. നമ്മളാണ് ആ പൊസിഷൻ എങ്കിൽ we would have played like champions. Did it when it mattered the most. കണ്ടിരുന്നോ കളി? ഓ യെസ്, 3 ഗോള് വോൾസ് അടിച്ചു, പക്ഷെ വോൾസ് തോറ്റു. ഒക്ടോബറിൽ ഗോൾ അടിച്ച വോൾസ് പിന്നെ ഒക്ടോബർ പകുതി അടിച്ചിട്ടില്ല, നവംബർ ഗോളേ അടിച്ചിട്ടില്ല, ഡിസംബറിൽ യുണൈറ്റഡിനെതിരെ 1 ഗോൾ അടിച്ച്, ആർസണലിനെതിരെ 3 എണ്ണം, 3 2 ഗോള്. സ്വന്തം പോസ്റ്റിലാണ്, ബട്ട് സ്റ്റിൽ 3 ഗോള്. ഫൺ മാച്ച് ആയിരുന്നു ആക്ച്വലി. ഇറ്റ് വാസ് മോർ ലൈക്ക് ആർട്ടറ്റിനോട് റോബർട്ട് വാട്സൺ വേറെ വഴിയൊന്നുമില്ല ഈ ബൂസ്റ്റ് ടീമിനെ വെച്ചിട്ട്, ബട്ട് സ്റ്റിൽ ഒരു ചാലഞ്ച് പോയായിരുന്നു. നമ്മൾ 10 ആള് 11 ആള് ബാക്കിലിരിക്കും, എന്താ വെച്ചാ ചെയ്യും, പറ്റുകയാണെങ്കിൽ ഗോൾ അടിക്കും. അതായിരുന്നു എൻറ്റയർ ഗെയിം. That game was a draw, no? That game was a draw. I think Arsenal season would have like started to collapse. പാനിക്ഡ് ആക്ച്വലി. പിന്നെ അല്ലെങ്കിൽ തന്നെ തുടങ്ങി. അതാണ് വോൾസിന്റെ കൂടെ ഇത്രയും തല്ലിപ്പൊളി പെർഫോമൻസ് കാഴ്ചവെച്ചത്. ഒരു പേടിച്ചു തുടങ്ങി. സിറ്റി ജയിച്ചു വരുന്നു. 67-ാം മിനിറ്റിൽ ലോങ് റേഞ്ചർ ആണ് ഫസ്റ്റ് ഓൺ ടാർഗറ്റ് ഷോട്ട്. Arteta defend ചെയ്യുന്ന സുദീപ്. Chelsea had a normal win. They played well actually. Chelsea did well. Routine win. Everton were okay. They didn't care. I think Everton has the points. അവർക്ക് വേണ്ട പോയിന്റ് ആയി. ഇനി അവര് എങ്ങനെയെങ്കിലും മിഡ് ടേബിളിലേക്ക് എത്താനുള്ള ഇതാണ്. ആക്ച്വലി വാട്ട് ഡു യു തിങ്ക് അബൌട്ട് സിറ്റി? അജ്മൽ കണ്ടിരുന്നോ സിറ്റിയുടെ കളി? സിറ്റിയുടെ കളി കണ്ടായിരുന്നു. സിറ്റിയുടെ പാലസ് നന്നായി കളിച്ചു. കൊറേ ചാൻസസ് ഉണ്ടായിരുന്നു. യെസ്, എത്ര ചാൻസസ് ഉണ്ടായിരുന്നു. മറ്റേ നമ്പർ 10 ഇല്ല, ഐ ഫോർഗോട്ട് ഹിസ് നെയിം, പീനോന് തന്നെ കുറെ 2-3 ചാൻസസ് ഉണ്ടായിരുന്നു. ആ ബാറിൽ അടിച്ചു പോയി, ബാറിൽ ഒരു ചാൻസ് പോയി, അങ്ങനെ 2-3 ചാൻസസ് ഉണ്ടായിരുന്നു. സിറ്റി ബേസിക്കലി ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് തുടങ്ങി, എസ്പെഷ്യലി വിത്ത് ഫൈനൽ തേർഡില്. പണ്ടെന്ന് പറഞ്ഞാൽ കുറെ ചാൻസ് ക്രിയേറ്റ് ചെയ്യലും അത്ര കൺവേർഷൻ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഈ സീസൺ, ഈവൻ ലാസ്റ്റ് സീസൺ ഓൾസോ വി ഡിഡ്ന്റ് സീ ഹാലൻഡ് ഗെറ്റിംഗ് സോ മച്ച് ഇൻവോൾവ് ഇൻ ദ ഗെയിം. ഈ സീസൺ ഹാലൻഡ് ഭയങ്കരമായിട്ട് ഗെയിം ചേഞ്ച് ചെയ്തു, ഡ്രോപ്പ് ചെയ്യുന്നു, ആൾക്കാർക്ക് ഫീഡ് ചെയ്യുന്നു. ആ കളിയൊന്നും നമ്മള് ഈ സീസൺ മുമ്പ് കണ്ടില്ലായിരുന്നു. പുള്ളി ബേസിക്കലി ആ ലാസ്റ്റ് ലൈനിൽ മാത്രമേ നിൽക്കാറുള്ളായിരുന്നു. എനിക്ക് തോന്നുന്നു അത് അപ്പം അവരാണെങ്കിൽ ഈ സീസണിൽ അസിസ്റ്റന്റ് മാനേജറിനെ മാറ്റിയല്ലോ, അപ്പം അതിന്റെ ഒരു എഫക്ട് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. സുദീപായാലും സുദീപിന് പകരം വന്നായാലും പെപ്ജിനെ വിട്ട് കളിയില്ല. അല്ല എടാ, ഞാൻ സോറി, ഞാൻ നമ്മളിവിടെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് എടാന്നൊക്കെ, പക്ഷെ അത് വെറുതെ ഒരു മാജിക് ആയിട്ടൊന്നും നടക്കില്ലല്ലോ. ഇറ്റ് ഹാസ് ടു ബി ടാക്ടിക്കൽ അല്ലാണ്ട് ഈ ചേഞ്ചസ് ഒന്നും വരില്ലല്ലോ. അവരാണെങ്കിൽ ഗോൾ കീപ്പിംഗ് പ്രൊഫൈൽ കംപ്ലീറ്റ്ലി മാറ്റി, പിന്നെ അവരെ വൈഡിന്ന് അവർക്ക് ആവശ്യമുള്ള പ്ലേയേഴ്സ്, ചെർക്കിനൊക്കെ ഇപ്പം റെഗുലർ ആയിട്ട് കളിക്കുന്നുണ്ട്. അപ്പം അവര് ബേസിക്കലി വാട്ട് ഐ ഫെൽറ്റ് ഇസ് ദേ ആർ ഓക്കെ ടു ലെറ്റ് ഗോ ഓഫ് ദെയർ ആ പണ്ടത്തെ കംപ്ലീറ്റ് പൊസിഷൻ, ഭയങ്കര ലോ റിസ്ക് ഗെയിം. അത് അവര് കുറച്ച് അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട്. So that is why you see Guardiola ആ ഒരു ചേഞ്ച് കൊണ്ടുവരാനുള്ള മൈൻഡ് സെറ്റ് is actually incredible. അതെ. Manager who's been so successful to doing what he does, to change it, and they won 4 on the trot now. So City ഇങ്ങനെ WWW ഇങ്ങനെ വരുമ്പോ whoever is on the top of the table gets touched. അത് ലിവർപൂൾ ചേസ് ചെയ്യുന്ന പോലെയോ ചെൽസി ചേസ് ചെയ്യുന്ന പോലെ അല്ല. These guys when they're on a roll they don't lose a game. ഡിസംബർ മന്ത് അതും ഇവര് ബേസിക്കലി ഗെയിം കൺട്രോൾ ഇല്ലെങ്കിലും സോ നൗ ദേ ആർ ഏബിൾ ടു ഗെറ്റ് ദ ഗോൾസ്. പണ്ട് നമ്മള് ലിവർപൂളിലൊക്കെ കളിക്കുമ്പം ലിവർപൂൾ അണ്ടർ ക്ലോപ്പിൽ ഇങ്ങനത്തെ കുറെ ഗെയിംസ് ഉണ്ടായിരുന്നു. ലൈക്ക് വി മൈറ്റ് നോട്ട് ഹാവ് ദ കൺട്രോൾ ഓഫ് ദ ഗെയിം, പക്ഷെ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ പെട്ടെന്ന് ഗോളിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഐ എം സീയിങ് വിത്ത് സിറ്റി. ഈ പാലസ് സിറ്റി ഗെയിമിൽ നോക്കുകയാണെങ്കിൽ ഹാലൻഡിന്റെ ആ ഹെഡർ, അത് ബേസിക്കലി അത്രയ്ക്കും അടിപൊളി ചാൻസ് ഒന്നും അല്ല. ഇറ്റ്സ് എ ഗുഡ് ക്രോസ്,
കൺവേർട്ടഡ് ഇറ്റ്. പണ്ടത്തെ സിറ്റി ദേ ആർ നോട്ട് ക്രിയേറ്റിംഗ്, ദേ വോണ്ട് ഈവൻ അറ്റംപ്റ്റ് ദാറ്റ്. അപ്പൊ ആ ഒരു പൊസിഷനിൽ ആളെ കാണുകയാണെങ്കിൽ ദേ വോണ്ട് അറ്റംപ്റ്റ് ഇറ്റ്. വൈ? അത്രയും ക്ലിയർ കട്ട് ചാൻസ് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബോൾ റീസൈക്കിൾ ചെയ്യുന്നു. ഇപ്പം അതിൽ നിന്നൊക്കെ കുറച്ച് ഡീവിയേറ്റ് ചെയ്ത് വരുമ്പോൾ ആക്ച്വലി ടു ബി ഫെയർ ഒരു ന്യൂട്രൽ ഫാനിന് സിറ്റിയുടെ ഗെയിം കുറച്ചും കൂടിയും എൻജോയബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് പണ്ട് ഇഷ്ടമല്ലായിരുന്നു. ബിക്കോസ് ഭയങ്കര ലോ റിസ്ക് എടുത്തില്ല. അതെ, നമ്മുടെ ടീമിനെ പോലെ തന്നെ ഒരു ഔട്ട് ഓഫ് ഫോം. ഐ തിങ്ക് എനിക്ക് പേഴ്സണലി ഇറ്റ്സ് എ സർപ്രൈസ്. അതായത് when Thomas Frank went to Spurs, I thought finally Spurs are getting a stable, proper manager, and now it looks like Frank has become more Spurs than Spurs has become more Frank. ഫ്രാങ്ക് സ്പേഴ്സ് ആയതാണോ എന്നുള്ളതും സ്പേഴ്സ് ഫ്രാങ്ക് ആയതാണോ എന്ന് ബേസിക്കലി ഹി ഈസ് ഒരു മിഡ് ടേബിൾ ലെവൽ മാനേജർ, നോട്ട് ദാറ്റ് ഗ്രേറ്റ് യെറ്റ്. ഇഞ്ചുറീസ് ഇസ് ആൻ ഇഷ്യൂ. ഞാൻ ഇപ്പോഴും പറയുന്നു ഇഞ്ചുറീസ് ആസ് ആൻ ഇഷ്യൂ ഫോർ ടോട്ടനം. ടോട്ടനമിന്റെ എന്ത് സീസൺ എൻഡ് പ്രിവ്യൂ എടുത്താലും ദെയർ ബിഗസ്റ്റ് ഇഷ്യൂ ഇസ് അവരെ സ്റ്റാർ പ്ലേയേഴ്സ് ഇല്ല. സലങ്ക കളിക്കുന്നില്ല, മാഡിസൺ കളിക്കുന്നില്ല, അങ്ങനെ പല ഇഷ്യൂസ് അവർക്ക് ഉണ്ട്. സോ ഈ ഒരു സീസൺ അങ്ങനെ തന്നെ വിട്ടിട്ട് നെക്സ്റ്റ് സീസൺ റീഗ്രൂപ്പ് ചെയ്ത് ലെറ്റ്സ് ട്രൈ അഗെയിൻ എന്നൊക്കെ പറയാൻ അവിടെ ലെവിക്ക് പകരം വന്ന ആൾക്കാരുണ്ടെങ്കിൽ ഗ്രേറ്റ്. ബട്ട് സോ ഫാർ തോമസ് ഫ്രാങ്കിന് ആ ഒരു കൺട്രോൾ ഇല്ല. ഹി ഈസ് നോട്ട് ഹാവിങ് എനി സ്റ്റാമ്പ് ഓൺ ദ ടീം. ഫ്രാങ്ക് വന്നു ഡ്രാസ്റ്റിക് ചേഞ്ച്, ഡ്രാസ്റ്റിക് പോട്ടെ, എന്തെങ്കിലും ഒരു ചേഞ്ച് എന്ന് പറയാൻ മാത്രമുണ്ടോ? സ്പേഴ്സ് ആർ സ്റ്റിൽ കൺസീഡിങ്. ആൻജന്റെ കാലത്ത് കൺസീഡ് ചെയ്യുന്ന പോലെ തന്നെ ഇപ്പോഴും കൺസീഡ് ചെയ്യുന്നുണ്ട്. ആ കൂടെ വ്യത്യാസം വെച്ചാൽ മറ്റേ കാലത്ത് എന്തെങ്കിലും അടിക്കുമായിരുന്നു, ഇപ്പൊ അതില്ല. ഇപ്പൊ ഗോൾ അടിക്കുന്നുമില്ല, ഗോൾ വാങ്ങുന്നുണ്ട് എന്നുള്ള അവസ്ഥയിലാണ്. ബട്ട് യെസ്റ്റർഡേസ് ഗോൾ ഇസ് ഇൻക്രെഡിബിൾ ഗോൾസ്. ഗോൾ അടിച്ചതാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ബട്ട് സ്റ്റിൽ അത് കണ്ടിട്ട് എനിക്ക് റോസാ തോന്നിയത്. ഞാൻ കുറച്ചു നേരം കണ്ടിരുന്നു. ഡർബി മാച്ചല്ല എന്ന് പറഞ്ഞിട്ട് ആ ഗെയിമാണ് കണ്ടിരുന്നത്. നല്ല കളിയായിരുന്നു. Eddie Howe is also under pressure. Eddie Howe has to deliver this season. Eddie Howe, Thomas Frank, അതിലും ഈ പറഞ്ഞ പോലെ നല്ല ഗോളായിരുന്നു. സ്വന്തം പോസ്റ്റിലാണെന്ന് മാത്രം. അടിപൊളി ഗോൾ, കിടിലൻ ഗോള്, അടിപൊളി കിടിലൻ. എന്റെ FPL ഒക്കെ ഉണ്ടായിരുന്നു. ഓൾട്ടമാണ് ഗോൾ അടിച്ചതെന്ന് പറഞ്ഞപ്പോ ഞാൻ എടുത്ത് നോക്കിയതാണ് സ്വന്തം പോസ്റ്റ്. പിന്നെ ഗോൾസ് പറഞ്ഞപ്പോ മോർഗൻ റോജേഴ്സിന്റെ ഗോൾ കണ്ടിരുന്നോ? അത് നല്ലതായിരുന്നു. Villa has built a nice gap from the fourth place. ഒരു 5-point gap ഉണ്ട് അവർക്ക്. So top 3 are slowly moving away. 4 ആണ് ഇങ്ങനെ താഴോട്ടും. 4 to 8, 9 is like 2 points or something. മിഡ് വീക്ക് നമുക്ക് മാച്ച് ഇല്ല. മിഡ് വീക്ക് സ്ലോട്ടിന്റെ അഭിപ്രായത്തിൽ നമുക്കും സ്ലോട്ടിനും പ്ലെയേഴ്സിനും റെസ്റ്റ് ആണ്. തോറ്റതിൽ സന്തോഷം എന്നൊക്കെയാണ് പറഞ്ഞത്. ഒരുപാട് ലിവർപൂൾ ഫാൻസിന് അത് ലിവർപൂൾ വേ അല്ല എന്നൊക്കെ തോന്നി വളരെ ദേഷ്യം വന്നിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റു മാച്ചസിനെ കുറിച്ച് പറയാനാണെങ്കിൽ സിറ്റി ബ്രെൻഫോർഡ് ഇസ് ദയർ. യു ഹാവ് ന്യൂകാസൽ ഫുൾഹം. ഐ തിങ്ക് ആർസണൽ ഈ വീക്ക് അല്ലാന്ന് തോന്നുന്നു മാച്ച്, എന്തോ കണ്ടു ഈ വീക്ക് അല്ലാന്ന്. കാർഡിഫ് ചെൽസി. ഐ തിങ്ക് ചെൽസി വിൽ വിൻ അഗൈൻസ്റ്റ് കാർഡിഫ്. സിറ്റി ബ്രെൻഫോർഡ്, ഐ ഡോണ്ട് നോ ഹൗ ഫാർ ബ്രെൻഫോർഡ് വിൽ കമ്മിറ്റ് അല്ലെ. കാരബാവില് അവർ ഫോക്കസ് ചെയ്യുന്ന എനിക്ക് അറിയില്ല. ന്യൂകാസൽ ഫുൾഹം കുഡ് ബി എ ഗുഡ് ഗെയിം. എന്തെങ്കിലും കാരബാവിനെ കുറിച്ച് പറയാനുണ്ടോ? കാരബാവിനെ കുറിച്ച് ചിലപ്പോ കാർഡിഫ് ജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത്. ചെൽസി അവരുടെ തേർഡ് ടീം ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഫീൽഡ് ചെയ്യാം. മറ്റേ ഷമാൽ ജോർജും അവരൊക്കെ ആയിരിക്കും ചിലപ്പോൾ കളിപ്പിക്കാൻ, പറയാൻ പറ്റില്ല. കാരബാവ് നമ്മൾ ഉണ്ടെങ്കിൽ മിക്കി മൗസ് കപ്പ് ഉണ്ടെങ്കിൽ ഇമ്പോർട്ടന്റ് ടൂർണമെന്റ് ആണ്. തോറ്റു കഴിഞ്ഞാൽ മിക്കി മൗസ് ആണ്. അത് എല്ലാ ടീമും അങ്ങനെ തന്നെ. യുണൈറ്റഡ് ഫാൻസ് ഇപ്പോഴും മിക്കി മൗസ് ആർസണൽ എനിക്ക് ഞാൻ ചെക്ക് ചെയ്തപ്പോ ആർസണൽ ക്രിസ്റ്റൽ പാലസ് ആണല്ലോ കാണിക്കുന്നത്. ഈ വീക്കെൻഡ് ഉണ്ടോ മാച്ച്? 24th സംതിങ് ആണ് ഞാൻ നോക്കിയത്. 24th ഡിസംബർ. ഈ വീക്കെൻഡ് അല്ല, പക്ഷെ പാലസ് ആണ് ഓപ്പണൻസ് പാലസ് ആണ്.
Palace. I think if City is what City will be this season, I think they will try to win Carabao. Adana usually City. I think City of in-form seasons they win Carabao Cup usually. Anyway, I think we can wrap. നമ്മളെ കുറിച്ച് നമുക്ക് പ്രിവ്യൂ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് നമുക്ക് ഇത് റാപ്പ് ചെയ്യാം. ഇന്ന് രാത്രി മാച്ച് ഉണ്ട്. ഇപ്പോ we have United versus Bournemouth. I think that will be one of the good games of the season. Mbeumoന്റെ last match ആണ്. Mbeumo is going to AFCON. സൺഡർലൻഡിന്റെ പകുതി ടീം വണ്ടിയിലുണ്ടെന്നാണ് കേട്ടത്. പിന്നെ എന്താണ് ബോൺമത്ത് മാച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട് മാച്ച്. ഐ തിങ്ക് ഇറ്റ് വിൽ ബി യുണൈറ്റഡ് വിൻ. പക്ഷെ ആഫ്കോൺ എന്ന് പറഞ്ഞതുകൊണ്ട് എൻറ്റയർലി ഡിഫറെന്റ് ടോപ്പിക്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. കാമറൂൺ ഹാസ് 2 teams വിത്ത് 2 managers. ഇങ്ങനത്തെ ന്യൂസ് ഞാൻ കണ്ടു. വെരിഫൈ ചെയ്തിട്ടില്ല. 2 മാനേജറും 2 ടീമും. ഒന്നില് ഒനാന ഉണ്ട്, മറ്റേ ഒനാന ഇല്ല. പിന്നെ അങ്ങനെ കുറെ പ്ലേയേഴ്സ് ഉള്ള 2 ടീമിന് ഇറങ്ങിയിട്ടുണ്ട്. ഏറ്റു വേഴ്സസ് അവരെ ഫുട്ബോൾ ഫെഡറേഷൻ. How can they play? അറിയില്ല ഏത് ടീം ഒഫീഷ്യൽ ആണെന്ന് ആർക്കും അറിയില്ല. AFCON കാണാൻ പ്ലാൻ ഉണ്ടോ? നമ്മള് ടൂർണമെന്റ് നടത്തുമ്പോ സുദീപ് ആഫ്കോൺ കാണുന്നുണ്ട്. അപ്പൊ സുദീപ് ആഫ്കോൺ ബേസ്ഡ് ഒരു പോഡ്കാസ്റ്റ് വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോ കേരളത്തിലെ ആഫ്കോൺ പ്രേക്ഷകർക്ക് സുദീപ് വേണമെങ്കിൽ ഒരു ഓവറോൾ ടാക്ടിക്കൽ പ്രിവ്യൂ നടത്തുന്നതായിരിക്കും തോന്നുന്നു. എനിവേ ഐ തിങ്ക് മിഡ് വീക്ക് വിൽ ഡു എ ലൈവ്. സുദീപ് വേണമെങ്കിൽ നമുക്ക് ചോദിച്ചിട്ട് നമുക്ക് ആഫ്കോണിനെ കുറിച്ച് വേണമെങ്കിൽ ഒരു പ്രിവ്യൂ ചെയ്യാവുന്നതാണെന്ന് തോന്നുന്നു. കാരണം സല ഹാസ് ടു വിൻ ഇറ്റ് സീംസ്. അവരുടെ നാട്ടിലെ പ്രഷർ, because he has not won and Egypt has been the country has won AFCON the most, I think. And അതാണ് മെസ്സിക്ക് ഒരു കപ്പ് എന്ന് പറഞ്ഞ പോലെ സലയ്ക്ക് ഒരു കപ്പ്. അവിടെ പെപ്സി ഒക്കെ സ്പോൺസേഴ്സ് ഒക്കെ ആഡ് ഒക്കെ ചെയ്യുന്നുണ്ട്. സോ ഐ തിങ്ക് വി ക്യാൻ റാപ്പ്. നമ്മളിപ്പോ വെറുതെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക. എനിവേ മിഡ് വീക്ക് ഒരു ലൈവ് വരുന്നതായിരിക്കും. അജ്മൽ ഫ്രീ ആവുമ്പോ അജ്മൽ വരുന്ന പറഞ്ഞിട്ടുണ്ട്. ഗണേശൻ സ്വരൂപ് ഇന്ന് കുറച്ച് ടെൻഷനിലാണ്. യുണൈറ്റഡ് മാച്ച് ഉള്ളതുകൊണ്ട് അതുകൊണ്ട് സ്വരൂപ് ഇന്ന് വന്നില്ല. ഓവറോൾ കളി ജയിച്ചതുകൊണ്ട് സംസാരിക്കാൻ വിഷയങ്ങൾ കുറവാണ്. ലെറ്റ്സ് ഹോപ്പ് സോബോസ്ലൈസ് ഇഞ്ചുറി ഈസ് എ മൈനർ വൺ ആൻഡ് വിൽ ബി ബാക്ക് ബൈ ഫ്രൈഡേ. ഫ്രൈഡേ ഒരു പ്രിവ്യൂ പോഡ്കാസ്റ്റ് നമുക്ക് ചെയ്യാം. അതിനു മുമ്പ് വല്ലതും സംഭവിച്ചാൽ ലൈവ് വരുന്നതായിരിക്കും. Okay. Thank you.